സന്ദീപ് ചേട്ടന്റെ ഡെസിഗ്നേഷൻ എന്തായിട്ട് പറയുമായിരിക്കും സിനിമയിൽ? സൗണ്ട് ഡിസൈനർ. സൗണ്ട് ഡിസൈനർ ആയിട്ട്. ഈ സൗണ്ട് ഡിസൈനർ എന്ന റോൾ ഉണ്ടല്ലോ സിനിമയിൽ, എന്താണ് സത്യം പറഞ്ഞത്? സൗണ്ട് ഡിസൈനർ എന്ന് പറഞ്ഞാല് ശരിക്കും സൗണ്ട് ഡിസൈനർ എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് മൊത്തം അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അതിനകത്ത് ആ പടങ്ങളിലും ഹാൻസ് സിമ്മർ ഒരു എക്സലന്റ് സൗണ്ട് ഡിസൈനർ ആണ് ബേസിക്കലി. മറ്റേ ഇൻഡസ്ട്രിയലിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ സൗണ്ട് മാറ്റിമറിച്ചത് സിങ്ക് സൗണ്ട് എന്തുവാണ്? സിങ്ക് സൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ ചേട്ടൻ ഏതാണ് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്? ഞാൻ പ്രിഫർ ചെയ്യുന്നത് സിങ്ക് സൗണ്ട്. മമ്മൂട്ടി ഒക്കെ സിങ്ക് സൗണ്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്, പുള്ളിക്ക് അതാണ് വേണ്ടത്. ഭയങ്കര ഈ ബ്രഹ്മാണ്ഡ സിനിമകൾ എന്ന് പറഞ്ഞ സിനിമകളിൽ അത് സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് നല്ല സൗണ്ട് എന്ന് പറഞ്ഞാൽ ലൗഡ് സൗണ്ട് ആണ് എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഒരു വലിയ ഫിലിം മേക്കർ ഞാൻ പേര് പറയുന്നില്ല, പുള്ളിക്കാരൻ ഒരു സിനിമയുടെ, നമുക്കെല്ലാം അറിയാവുന്ന ഒരു വലിയ സിനിമയുടെ സൗണ്ട് മിക്സിംഗ് ഇരുന്നപ്പോൾ മിക്സിംഗ് എന്ന് പറയും. മാത്രല്ല ഇപ്പൊ KGF, അതായത് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായി, കുറെ കുട്ടികൾ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യരായത് റസൂലിന് ശേഷമാണ്. റസൂൽ സാറിന് ഓസ്കർ കിട്ടിയതിന് ശേഷമാണ് ഉണ്ടായത്. അതിനു മുമ്പ് പണ്ട് കോൻ ബനേഗാ ക്രോർപതി ചെയ്തുകൊണ്ടിരുന്നപ്പം ആമിർ ഖാൻ ഗസ്റ്റായിട്ട് വന്നത്, ആമിർ ഖാൻ ലഗാൻ ചെയ്യുന്ന സമയത്ത് അമിതാഭ് ബച്ചൻ ചോദിക്കും, നിങ്ങളൊരു പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നു കേട്ടല്ലോ, എന്താണ് ടെക്നോളജി? സന്ദീപ് ചേട്ടന്റെ ഡെസിഗ്നേഷൻ എന്തായിട്ട് പറയുമായിരിക്കും സിനിമയിൽ? സൗണ്ട് ഡിസൈനർ ആയിട്ടല്ലേ? ഓക്കെ. അപ്പം ഈ സൗണ്ട് ഡിസൈനർ എന്ന റോൾ ഉണ്ടല്ലോ സിനിമയിൽ, എന്താണ് സത്യം പറഞ്ഞത്? സൗണ്ട് ഡിസൈനർ എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മളിപ്പോ ഒരു ഹോളിവുഡ് ടേംസിൽ പറയുകയാണെങ്കിൽ സൗണ്ട് ഡിസൈനർ എന്ന് പറഞ്ഞാല് പുതുതായിട്ടൊരു സൗണ്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരാളെന്നുള്ളതാണ്, ഡിസൈൻ ചെയ്തെടുക്കുന്ന ആള്. ഉദാഹരണം പറയാം, എപ്പോഴും എല്ലാരും പറയുന്ന ഒരു ഉദാഹരണമാണ് നമ്മുടെ ജുറാസിക് പാർക്ക് സിനിമയില് ഡൈനോസറിന്റെ സൗണ്ട് നമ്മൾ കേട്ടിട്ടില്ല, സംഭവമില്ല. അപ്പം പക്ഷെ കൺവിൻസിങ് ആയിട്ട് ഡൈനോസറിന്റെ ഒരു സൗണ്ട് ഉണ്ടാവണല്ലോ, അതുണ്ടാക്കി എടുക്കുന്നത് ഒരു ഡിസൈനിങ് പ്രോസസ്സാണ്. അപ്പൊ അവര് പലതരത്തിലുള്ള പ്യൂർ ഫ്രീക്വൻസീസോ അല്ലെങ്കിൽ വേറെ ജീവികളുടെ സൗണ്ടുകളോ ഒക്കെ ഇങ്ങനെ ചേർത്ത് പല വെറൈറ്റിക്ക് പല സൗണ്ട്സ് ഉണ്ടാക്കും. അപ്പൊ അത് അവർ അതിനകത്ത് ഒരുപാട് റിസർച്ച് അവർ ചെയ്തിട്ടുണ്ട്. ഓരോ തരത്തിലുള്ള ഡൈനോസേഴ്സ്, അതിന്റെ പ്രഡേറ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെ, പലതരത്തിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അങ്ങനെ. അതാണ് ശരിക്കും സൗണ്ട് ഡിസൈനിങ് പ്രോസസ്. ശരിക്കും സൗണ്ട് ഡിസൈനർ എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് മൊത്തം അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഈ അപ്പോകാലിപ്സ് നൗ എന്ന് പറഞ്ഞ സിനിമ, ഫ്രാൻസിസ് ഫോർഡ് കൊപ്പോളയുടെ, അതിനകത്ത് വാൾട്ടർ മാർച്ച് എന്ന് പറഞ്ഞൊരു എഡിറ്റർ ആയിരുന്നു അത് എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇവര് ഡെയിലീസ് കാണുമ്പോൾ, അതായത് ഷൂട്ട് ചെയ്ത ദിവസം അത് എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ പുള്ളിക്കാരൻ അതിനകത്ത് കുറച്ച് സൗണ്ട്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് കാണിച്ചിരുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ, അതായത് അപ്പൊ എഡിറ്റർ തന്നെയാണ് പുള്ളി, വീഡിയോ എഡിറ്ററാണ്, വിഷ്വൽ എഡിറ്ററാണ്, പക്ഷെ പുള്ളി തന്നെ സൗണ്ടും കൂടെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ചെയ്തത്. അപ്പോൾ ഫ്രാൻസിസ് കൊപ്പോളയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിയാണ് സൗണ്ട് ഡിസൈനർ എന്നുള്ളൊരു ടേം ആദ്യമായിട്ട് ഈ എഡിറ്ററിനെ, വാൾട്ടർ മാർച്ച് എഡിറ്ററിനെ സൗണ്ട് ഡിസൈനർ എന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പോഴാണ് സൗണ്ട് ഡിസൈനിങ് എന്ന് പറഞ്ഞ ടേം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് മുമ്പൊക്കെ ഡയറക്ടേഴ്സ് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ സൗണ്ട് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ സൗണ്ട് ട്രാക്കിന്റെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ, അതിനകത്ത് ഇപ്പൊ ഡയലോഗ് എങ്ങനെ വരണം, എവിടെ കേൾക്കണം, എന്ത് തരത്തിലുള്ള എഫക്ട്സ് യൂസ് ചെയ്യണം, ഏത് തരത്തിലുള്ള ആംബിയൻസ് ഉണ്ടാവണം, മ്യൂസിക്കിന്റെ ഏറ്റക്കുറച്ചിലുകള്, മ്യൂസിക് ഡയറക്ടറുമായിട്ട് ഇരുന്നിട്ട് ഏത് തരത്തിലുള്ള മ്യൂസിക്കാണ് നമുക്കവിടെ വർക്ക് ആവുക, ഡയറക്ടറും കൂടെ ഇരുന്നിട്ട്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഹാൻസ് സിമ്മർ ഒക്കെ ചെയ്യാറില്ല, എന്ത് ഡിഫറൻസ് അല്ലേ ഉണ്ടാക്കുന്നത്. അതെ. അതിനകത്ത് ആ പടങ്ങളിലും ഹാൻസ് സിമ്മർ ഒരു എക്സലന്റ് സൗണ്ട് ഡിസൈനർ ആണ് ബേസിക്കലി. അതിന്റെ കൂടെ ഒരു സൗണ്ട് ഡിസൈനറും കൂടെ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാരും കൂടെ ഇരുന്നിട്ട് ഒരു സൗണ്ട് സ്റ്റേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് മറ്റേ ഇൻഡസ്ട്രിയലിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയലിന്, പിന്നെ ഇപ്പൊ അടുത്തിറങ്ങിയ മറ്റേ ഡ്യൂൺ രണ്ട് ഭാഗം കണ്ടായിരുന്നു. അതിനകത്ത് അവരെ ബേസ് ഫ്രീക്വൻസി, അതായത് ഈ സബ് വൂഫറിൽ കൂടെ ഡെലിവറി ചെയ്യുന്ന സൗണ്ട് ഗംഭീരമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പൊ അതാണ് സൗണ്ട് ഡിസൈൻ. മനസ്സിലായി. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഈ 5.1 സറൗണ്ട് എന്നൊക്കെ പറയുന്നത് എന്തോ സത്യത്തിൽ? 5.1 സറൗണ്ട്, അതായത് നമ്മള് സൗണ്ട് ഒരു നമ്മൾ ശരിക്കും നമ്മൾ കേൾക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള സൗണ്ട്സ് നമ്മൾ കേൾക്കുന്നുണ്ട്, അതിന്റെ ഡയറക്ഷൻ നമുക്കറിയാം. നമ്മുടെ ബ്രെയിൻ അതിന്റെ ഡയറക്ഷൻ ഇന്റർപ്രറ്റ് ചെയ്യും. അത് നമ്മുടെ രണ്ട് ചെവികളിലും സൗണ്ട് വേവ്സ്, രണ്ട് ചെവി ഉണ്ടല്ലോ, സ്റ്റീരിയോഫോണിക് ആണ് നമ്മുടെ ലിസണിങ്. സ്റ്റീരിയോ എന്ന് പറയുന്നത് സ്റ്റീരിയോ ആണ് നമ്മുടെ ലിസണിങ്. അപ്പൊ നമ്മള് രണ്ട് ചെവിയിലും ഈ സൗണ്ട് വരുന്നതിന്റെ അറൈവൽ ഡിഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ പണ്ട് സിനിമകളിൽ നമ്മൾക്കിപ്പം ഈ വിഷ്വൽ കുറച്ചുകൂടെ നമ്മൾ വിശാലമായിട്ടൊക്കെ കാണിക്കും എങ്കിലും സൗണ്ട് ഒരു പോയിന്റിൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ, ടെക്നോളജി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊരു ഇനഫ് അല്ലാതെ തോന്നി. പിന്നീട് സ്റ്റീരിയോ വന്നു. സ്റ്റീരിയോയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരാളിരുന്ന് ഡ്രംസ് വായിക്കുകയാണെന്ന് വെക്കുക. അപ്പൊ അയാളുടെ ഫുഡ് ഡ്രമ്മിൽ അയാൾ കിക്ക് ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്ന ഒരു ഡയറക്ഷൻ, അയാൾ ക്രാഷ് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ, ടോംസിന്റെ ഡയറക്ഷൻ ഒക്കെ വ്യത്യസ്തം ഉണ്ടാവും. അപ്പൊ നമ്മള് അത് സ്റ്റീരിയോഫോണിക് ആയിട്ട് തന്നെയാണ് കേൾക്കുക. പക്ഷെ നമ്മളൊരു മൈക്ക് വെച്ച് ഒരു സ്പീക്കർ കേൾപ്പിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരു സ്ഥലത്തുനിന്നേ കേൾക്കുള്ളൂ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൾട്ടി ചാനൽ ഫോർമാറ്റ്സ് വന്നത്. ആദ്യം സ്റ്റീരിയോ വന്നു, പിന്നെ 4 ചാനൽ വന്നു, പിന്നെ 5.1 വന്നു. 5.1 എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു സ്ക്രീൻ ഉണ്ടെങ്കിൽ ആ സ്ക്രീനിന്റെ സെന്ററിൽ ഒരു ചാനൽ ഉണ്ടാവും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓരോ ചാനൽ ഉണ്ടാവും, സറൗണ്ട് 2 ചാനൽസ് ഉണ്ടാവും. ഈ 0.1 എന്ന് പറയുന്നത് ബേസ് ഫ്രീക്വൻസീസ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സ്പീക്കർ ഉണ്ടാവും. അത്രേ ഉള്ളൂ. സബ്വൂഫർ നമ്മൾ പറയുന്നത്. അപ്പൊ 5.1 ആണോ ഇപ്പോഴത്തെ പീക്ക് സൗണ്ട് സിസ്റ്റം? അതോ ഇപ്പം ഡോൾബി ആണ് ഇതിനകത്ത് ഇപ്പൊ ഒരു മൊണോപ്പൊളി, ഒരു വലിയ ഇതായിട്ട് നിൽക്കുന്ന. അവര് അറ്റ്മോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ് ചെയ്തിട്ടുണ്ട്. അറ്റ്മോസിൽ തന്നെ പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ്വല് 4K എന്ന് പറയുന്ന പോലെയാണ് ഈ ഓഡിയോ. അതായത് ബേസിക്കലി നമുക്ക് കുറച്ച് ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മനസ്സിലായി. നമുക്ക് ഒരു വിഷ്വല് ഒരു സ്ഥലത്ത് നിന്ന് വരുന്നു, പക്ഷെ നമുക്ക് സൗണ്ട് ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈ വിഷ്വലിനകത്തോട്ട് നമ്മുടെ ആ ക്രിയേഷനകത്തോട്ട് ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ ആസ്വാദനം കുറച്ചുകൂടെ രസകരമാവും എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു അറ്റ്മോസിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്, ഈ നമ്മൾ ഈ 5.1 7.1 അല്ലാതെ ഓബ്ജക്ട്സ് ഉണ്ട്, അതായത് ഓവർഹെഡ് സ്പീക്കേഴ്സ് ഉണ്ട്. ഓവർഹെഡ് സ്പീക്കേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സൗണ്ട് ട്രാക്ക്, ഒരുപാട് മ്യൂസിക്. ഇപ്പം ജെയിംസ് ബോണ്ടിലെ ഒരു കാർ ചേസ് സീനാണെന്ന് വെക്കുക, അപ്പം പാസിംഗിൽ പോകുന്ന ശബ്ദങ്ങളുണ്ടാവും, വണ്ടിയുടെ സൗണ്ട്, വണ്ടിയുടെ അകത്തെ സൗണ്ട് വേറെ, പുറത്തെ സൗണ്ട് വേറെ, ടയറിന്റെ സൗണ്ട് വേറെ. ഇങ്ങനെ ഒരുപാട് ലേയേഴ്സ് വരുമ്പോ നമുക്ക് അതിനകത്തൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാ സൗണ്ട്സും കേൾപ്പിക്കണമല്ലോ, അതിനാണ് ഈ അറ്റ്മോസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഭയങ്കര ഒരു മ്യൂസിക് ഉണ്ട്, ഒരു ആക്ഷൻ സീക്വൻസ് നടക്കാണ്, ഹെവി ആയിട്ട് മഴ പെയ്യാണ്, അപ്പൊ നമുക്ക് ഇടിയുടെ സൗണ്ട് കേൾക്കണം, വണ്ടിയുടെ സൗണ്ട് കേൾക്കണം, മ്യൂസിക്കും കേൾക്കണം, മഴയും കേൾക്കണം. അപ്പൊ നമുക്ക് ഇതെല്ലാം പല 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 സ്ഥലത്തു നിന്ന് വെച്ചിട്ട് ആ ഒരു ഇമേഴ്സീവ് ആയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണെന്ന് വരുത്താൻ പറ്റും. അതാണ് അറ്റ്മോസിന്റെ. ചേട്ടൻ എങ്ങനെയാണ് ഈ ഫീൽഡിൽ എത്തിപ്പെട്ടത്? ഈ സൗണ്ട് ഡിസൈനിങ് ഫീൽഡില് എവിടുന്നാ തുടങ്ങിയതല്ല? സൗണ്ട് ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് വന്നത്. സൗണ്ടിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ ഒരു സിനിമ ഭ്രാന്തനായിരുന്നു. പുള്ളിക്കാരൻ കുറച്ച് എഴുത്തും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരന്റെ കാലത്ത് അങ്ങനെ സക്സസ് ആവാനും പറ്റിയില്ല. പുള്ളിയാണ് സിനിമയുടെ ഒരു ഭ്രാന്ത് എനിക്കും കൂടെ തന്നത്. അതെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 90s ഒക്കെ ആകുമ്പോഴത്തേക്കും റഹ്മാൻ തരംഗം സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പം അതുവരെ നമ്മള് നല്ല ഇപ്പൊ രവീന്ദ്ര മാഷിന്റെ ജോൺസൺ മാഷിന്റെ പാട്ടുകളൊക്കെ നമ്മൾ കണ്ടോളം കേൾക്കുന്നുണ്ട്, ഹിന്ദി പാട്ടുകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ റഹ്മാന്റെ പാട്ടുകൾ വന്നപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ സൗണ്ടിങ് ഭയങ്കര ഡിഫറെന്റ് ആയി. അതായത് ഇപ്പൊ നമ്മൾ അതുവരെ കേട്ടോണ്ടിരുന്ന ഇപ്പൊ ഒരു സ്ട്രിങ്സ് എൻസെമ്പിളിന്റെ സൗണ്ട്, അല്ലെങ്കിൽ ഒരു തബലയുടെ സൗണ്ട്, ഡ്രംസിന്റെ സൗണ്ട് ഒക്കെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് കേൾക്കാൻ തുടങ്ങി. അതായത് നമ്മൾ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ കേൾക്കും പോലെ. ഞാനൊരു കാര്യം പറയട്ടെ, റഹ്മാനാണോ കുറച്ച് ഒരു റെവല്യൂഷണറി ആയിട്ട് ഇവിടെ ഒന്ന് കൊണ്ടുവന്നത് പോലെ? ഉറപ്പായിട്ടും ഇന്ത്യയില് സൗണ്ട് മാറ്റിമറിച്ചത് റഹ്മാനാണ്. ചേട്ടൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓർക്കസ്ട്ര ഫീല് കൊടുത്തു തുടങ്ങിയെന്നാണോ? ഇങ്ങനെ പല പല അങ്ങനെയല്ല. നമുക്ക് എന്താ പറയാ, ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ തന്നെയാണ് ഈ എല്ലാ കാലത്തും ഉപയോഗിച്ചിരുന്നത്. അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് കുറെ അധികം പിന്നീട് വന്നു എങ്കിൽ പോലും ഈ തനത് ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പം തബലയാണെങ്കിലും ഗിറ്റാർ ആണെങ്കിലും ബേസ് ഗിറ്റാർ ആണെങ്കിലും ഡ്രംസ് ആണെങ്കിലും
ഫ്ലൂട്ട് ആണെങ്കിലും ഒക്കെ അതേ ഇൻസ്ട്രുമെന്റ്സ് തന്നെയാണ് മുമ്പുള്ളവർ ഉപയോഗിച്ചത്. പക്ഷെ റഹ്മാൻ വന്നപ്പോൾ റഹ്മാൻ ഇത് ഇങ്ങനെയല്ല സൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു വിഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അത്രയും നാൾ കേട്ടുകൊണ്ടിരുന്നത് അല്ല സൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ള. അപ്പൊ പുള്ളി മൾട്ടി ട്രാക്ക് റെക്കോർഡിങ്ങിന്റെ ഭയങ്കരമായ സാധ്യതകൾ ഉപയോഗിച്ചു അന്നത്തെ കാലത്ത്. 90s ഉപയോഗിച്ച് പുള്ളി അതിനകത്ത് ഡിഫറൻസ് കൊണ്ടുവന്നു. ഇപ്പോൾ വോയിസിലാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സൗണ്ട് വെച്ചിട്ടാണ് പുള്ളി ചെയ്തത്. ടെക്നിക്കലി സൗണ്ടാണ് പുള്ളി ഉപയോഗിച്ചത്. അപ്പം എനിക്ക് ഇത് നമ്മളിത് കേൾക്കുമ്പോ ഇത് എങ്ങനെയാണ് ഈ പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിൽ നിന്നാണ് ഈ സൗണ്ടിന്റെ പരിപാടി, സൗണ്ടിനോട് ഇൻട്രസ്റ്റ് തുടങ്ങിയത്. നമ്മളിപ്പോ പണ്ട് സോണിയുടെ വാക്മാൻ്റെ ഒക്കെ പുള്ളിയുടെ ജെന്റിൽമാൻ ഒക്കെ കേൾക്കുമ്പോ, ചിക്ക് ബുക്ക് റെയിലേക്ക് കേൾക്കുമ്പോ വൃത്തത്തിന്റെ ഒക്കെ പല എലമെന്റ്സ് പല സ്ഥലത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റീരിയോഫോണിക് റെക്കോർഡിങ്, ശരിയായിട്ടുള്ള പാനിങ് ഒക്കെ നമ്മൾ അപ്പോഴാണ് കേൾക്കുന്നത്. ഈ ടേംസ് ഒന്നും നമുക്ക് അപ്പോഴും അറിയില്ലെങ്കിലും പുള്ളിക്കാരന്റെ അതിൽ നിന്നാണ് ഒരു ഇൻട്രസ്റ്റ് തുടങ്ങിയത്. അപ്പൊ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കീബോർഡ് പഠിക്കാൻ വേണ്ടി പോയി. കീബോർഡ് പഠിക്കാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ അതുവരെ ഒന്നും പോയിട്ടില്ല, വെക്കേഷന് വെറുതെ പോയതാണ്. അങ്ങനെ തുടങ്ങിയത്. ഇതെല്ലാം കണ്ട് കീബോർഡ് പഠിക്കണമെന്നൊക്കെ ഒരു പാഷൻ വന്നെയാണോ? അത് അങ്ങനെ വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഒരു സൗണ്ട് ഡിസൈനർ ഇങ്ങനെയൊക്കെ ആവുന്നെങ്കിൽ തന്നെ ഒരു ഇൻസ്ട്രുമെന്റ് അറിയുന്നത് നല്ലതാണ്, ഒരു എഡ്ജ് കിട്ടാൻ ആയിരിക്കും. അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ അല്ലാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ മ്യൂസിക്കിന്റെ ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക്, എനിക്ക് തോന്നിയിട്ടുള്ളത് മ്യൂസിക്കിന്റെ ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആസ്വദിക്കാൻ പറ്റും പല കാര്യങ്ങളും. ഇപ്പം നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരാൾ കേൾക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ആസ്വദിക്കാൻ പറ്റും. ഒരു സിനിമ കാണുമ്പോഴാണെങ്കിലും ശരി, അതിന്റെ സ്കോറും അതും വിഷ്വലും കൂടെ ചേർന്നിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടെ അത് ഫീൽ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്തരത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡിസൈനറിന് ശരിക്കും അത് അറിയണമെന്നൊന്നുമില്ല, അതിനൊരു സെൻസ് ഉണ്ടായാൽ മതി, ആസ്വദിക്കാനുള്ള ഒരു കഴിവുണ്ടായാൽ മതി, അപ്രീഷിയേറ്റ് ചെയ്യണം. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം എങ്ങനെയായിരുന്നു അങ്ങനെ കീബോർഡ് പഠിച്ചു? കീബോർഡ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ +1 +2 ഒക്കെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ സന്ദീപ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇതേ പേര് തന്നെയാണ് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കീബോർഡ് വായിക്കുമായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് ജെല്ലായി എന്ന് പറഞ്ഞാൽ റഹ്മാനെ പറ്റി സംസാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. റഹ്മാന്റെ പുതിയ ഇത് ഇറങ്ങുമ്പോ ആദ്യം തന്നെ കാസറ്റ് മേടിക്കുന്നു, അമ്മയുടെ അടുത്ത് നിന്ന് വഴക്കുണ്ടാക്കുന്നു. കാസറ്റാണ് ഇപ്പോഴും, കാസറ്റ് ഒക്കെ എൻ്റെ ഇരിപ്പുണ്ട്, കാസറ്റ് ഇരിപ്പുണ്ട്. അപ്പൊ പുള്ളിക്കാരനോട് സംസാരിച്ചു. അങ്ങനെ സൗണ്ട് എഞ്ചിനീയറിംഗിലേക്ക് കടന്നു. അപ്പൊ അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരു എക്സ്പോഷർ ഒക്കെ കിട്ടി തുടങ്ങി. എങ്ങനെയാണ് ഈ പരിപാടി, സ്റ്റുഡിയോ, മൈക്ക് റെക്കോർഡിങ്, അങ്ങനെയുള്ള പരിപാടികൾക്ക് കിട്ടി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടുകാർ നിർബന്ധിച്ച് ഡിഗ്രിക്ക് പോയി. ഡിഗ്രി ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ശരിയാക്കി. ലാസ്റ്റ് എനിക്ക് പേപ്പർ കിട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1 വർഷം എനിക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോ പിന്നെയും വീട്ടിൽ വഴക്കുണ്ടാക്കി സൗണ്ട് എഞ്ചിനീയറിംഗ്. വീട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ട് ആയിരുന്നു? ഇല്ല, അച്ഛൻ ഭയങ്കര എതിർപ്പായിരുന്നു. അച്ഛന് അതിന്റെ കുറെ നെഗറ്റീവ് ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അമ്മ ഭയങ്കര സപ്പോർട്ട്. അമ്മയുടെ സപ്പോർട്ടിലാണ്, ധൈര്യത്തിലാണ് പോയത്. നന്നായല്ലോ. അതെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട്? സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ 2003 ചാനലിൽ കൈരളി TV ജോയിൻ ചെയ്തു. ചില സമയത്ത് ഞാൻ ചാനലിൽ ജോയിൻ ചെയ്തത് വേണ്ടായിരുന്നു എന്ന് തോന്നും, പക്ഷെ ചില സമയത്ത് എനിക്കത് ഒരുപാട് പല കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു ട്രെയിനിങ് കിട്ടിയത് ചാനലിൽ നിന്നായിരുന്നു. അവിടെ സെക്കൻഡ്സിന് പോലും വാല്യൂ ആണ്. എന്തായാലും അതെല്ലാം ഒരു ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? കൈരളിയില് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ മനോരമയിൽ പോയി. മഴവിലായിരുന്നു ലാസ്റ്റ്. മഴവിൽ. ഓക്കെ. അപ്പൊ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്ത് കൈരളി 2003 പിന്നെ 3 വർഷം എന്ന് പറഞ്ഞാൽ 2006 മനോരമയിൽ പോയി. ആ സമയത്ത് തന്നെ ഈ സിനിമാ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ കസിൻ പ്രശാന്ത് എന്ന് പറഞ്ഞ പ്രശാന്ത് വിജയ്, പുള്ളിക്കാരനായിട്ട് ചേർന്ന് പണ്ടുപോലെ സിനിമ ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഒരു എനിക്ക് തോന്നുന്നു 2012-13 സമയത്താണ് ഒരു ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഫിലിം പരിപാടിയിലേക്ക് കടങ്ങുന്നത്. അപ്പം നമുക്കിങ്ങനെ, ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നൈയിലെ SIയിലാണ് ഞാൻ പഠിച്ചത്. SI കോളേജ് ചെന്നൈയിലാണ് പഠിച്ചത്. പക്ഷെ അവിടെ ഫിലിം സൗണ്ട് ഒന്നും അങ്ങനെ കാര്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല, സിംഗ് സൗണ്ടും പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും സിംഗ് സൗണ്ട് ഭയങ്കര താല്പര്യമായിരുന്നു. ഈ സിംഗ് സൗണ്ട് എന്താണ്? സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മള് ലൊക്കേഷനിൽ ക്യാമറ വെച്ച് വിഷ്വൽ റെക്കോർഡ് ചെയ്യുന്നതിന്റെ കൂടെ സൗണ്ടും കൊണ്ട് റെക്കോർഡ് ചെയ്യും. ലൈവ് ലൊക്കേഷനിൽ റെക്കോർഡ്, ലൈവായിട്ട് ഡയലോഗ്സ് ലൈവായിട്ട് എടുക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. ഓക്കെ, മനസ്സിലായി. നമ്മള് ലൈവായിട്ടും
ഇത് ചെയ്യാറുണ്ട്, അതാണ് സിങ്ക് സൗണ്ട് അല്ലേ? പക്ഷെ അതുപോലെ സ്റ്റുഡിയോ റെക്കോർഡിംഗ് ചെയ്യാറില്ലേ? ഉണ്ട്. അതെ അതെ. അപ്പൊ ചേട്ടൻ ഏതാണ് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്? ഒന്ന് നല്ലത് മറ്റേ ചീത്താന്ന് ഞാൻ പറയില്ല, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സിങ്ക് സൗണ്ട് ആണ്. സിങ്ക് സൗണ്ട്. കാരണം സിങ്ക് സൗണ്ടിലാണ് നമുക്ക് ശരിയായ പെർഫോമൻസ് കിട്ടുക, റിയലിസം കിട്ടുക, നാച്ചുറൽ. അതായത് ആ സമയത്തുള്ള അവര് ഇമോട്ട് ചെയ്യുന്ന ഫീലിങ്സും എക്സ്പീരിയൻസും അവരുടെ സൗണ്ടിൽ എന്തായാലും ഉണ്ടാവും. ആ സൗണ്ട് നമുക്ക് പിന്നീട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ഒരു ഫിംഗർ പ്രിന്റ് പോലെയാണ്, പിന്നെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന്റേതായ ചാലഞ്ചസും കാണും അല്ലേ? ബിക്കോസ് ഡിസ്റ്റർബൻസ് നമുക്ക് പൊതുവെ ഇവിടെ നമ്മുടെ ബജറ്റും ഇൻഡസ്ട്രിയൊക്കെ ഭയങ്കര ചെറുതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരുപാട് കൺട്രോൾ ഒന്നും നമ്മുടെ ലൊക്കേഷനിൽ കിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്യേണ്ടി വരും. ട്രാഫിക് ഉണ്ടാവും, ചിലപ്പോൾ കാക്കകര ഉണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഡയലോഗിനെ ഒന്നും ഓവർലാപ്പ് ചെയ്യാതെ കഷ്ടപ്പെട്ട് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴും നമുക്ക് കുറെയൊക്കെ രക്ഷപ്പെടുത്തി ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറെ കൂടെ ഇതായിട്ട് ചെയ്യാൻ പറ്റും. യൂഷ്വലി എന്താണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്? സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആണ് അതോ? ഇവിടെ ഇപ്പൊ കൂടുതലും അത് തന്നെയാണ് നടക്കുന്നത്, സ്റ്റുഡിയോ റെക്കോർഡിംഗ്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിനൊരു ഡിസിപ്ലിൻ വേണം. നമ്മൾ സെറ്റില് എല്ലാരും സൈലന്റ് ആയിട്ടിരിക്കണം. പിന്നെ ഡയലോഗ്സ്, ലൈൻസ് എല്ലാരും ആക്ടേഴ്സ് കാണാതെ പഠിക്കണം, പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ ഷൂട്ട് ചെയ്ത് പോകുമ്പോഴും നമുക്കിപ്പോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റീടേക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ബാക്കിയുള്ള ആൾക്കാർക്കും ക്യാമറാമാനും ഡയറക്ടറിനും ഒക്കെ ചിലപ്പം പ്രശ്നം. എല്ലാവരും ഒരേ പേജിലാണ്, എനിക്ക് ഇതും കൂടെ ക്യാപ്ചർ ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചേട്ടൻ 2013 തുടങ്ങിയായിരുന്നു ഫിലിമിലേക്ക് ട്രാൻസിഷൻ ആയി. അന്ന് ഒരു ഷോർട്ട് ഫിലിം, അങ്കുലി ചാലിതം എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം, അതിനകത്ത് ആദ്യമായിട്ടാണ് സിങ്ക് സൗണ്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ ബൂം ഓപ്പറേഷനും പരിപാടികളൊക്കെ. പക്ഷെ നമ്മൾ തന്നെ ഇങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് പല പല പരിപാടികൾ ചെയ്ത് അങ്ങനെ തുടങ്ങിയതാണ്. അതിന് സാങ്കേതികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഔട്ട്പുട്ട് കുഴപ്പമില്ലാതെ വന്നു. അത് കഴിഞ്ഞ് അതൊരു ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചു. തൃശ്ശൂരുള്ള ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചു. അതിനകത്ത് എന്റെ ഫസ്റ്റ് ഫിലിമിന്റെ, ആ ഫെസ്റ്റിവലിൽ കാണാൻ എന്റെ ഫസ്റ്റ് ഫിലിമിന്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ അന്വേഷിച്ചു. അങ്ങനെയാണ് എന്റെ ഫസ്റ്റ് ഫിലിം ചെയ്യുന്നത്. ഫസ്റ്റ് ഫിലിമിന്റെ പേര് ഒരാൾ പൊക്കം എന്നാണ്. സനൽകുമാർ ശശിധരനാണ് ഡയറക്ടർ. ഇത് എനിക്കിപ്പം കാണണമെങ്കിൽ എവിടെ കാണാൻ പറ്റുമായിരിക്കും? ഒരാൾ പൊക്കം യൂട്യൂബിലുണ്ടല്ലേ? ഒരു രീതി പറഞ്ഞാൽ അതായിരിക്കും ചേട്ടന്റെ ഫസ്റ്റ് ഫിലിം വർക്ക് അല്ലേ? അതാണ് ഫസ്റ്റ് ഫിലിം, ഫീച്ചർ ഫിലിം. ആ ഫസ്റ്റ് ഫിലിം അതാണ്. അതിൽ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നെ പുള്ളിയുടെ കൂടെ തന്നെ രണ്ടാമതൊരു പടം ചെയ്തു, ഒരു ദിവസത്തെ കളി, നെക്സ്റ്റ് ഇയർ. അതിന് സെക്കൻഡ് സ്റ്റേറ്റ് അവാർഡ്. നിങ്ങളൊരു ഭയങ്കര ഡൈനാമിക് ഡോ എന്തായിരുന്നല്ലോ ആ രണ്ട് സമയത്ത്. എന്തോ വണ്ടറായിരുന്നു. ഇപ്പോഴത്തെ നമ്മളെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ സൗണ്ട് റെക്കോർഡിങ്ങും സൗണ്ട് ഡിസൈനെ കുറിച്ച് ചേട്ടന് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? പൊതുവെ വളരെ നല്ല അഭിപ്രായമാണ്. അതായത് ആൾക്കാർ ഡീറ്റെയിലിംഗ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് സൗണ്ട് ഡിസൈനിൽ. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കഥ, നമ്മുടെ സ്റ്റോറി ടെല്ലിങ്ങിന് ആവശ്യമുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു സൗണ്ടോ ആംബിയൻസോ കാര്യങ്ങളൊക്കെ വളരെ ഡെലിക്കേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ റെക്കോർഡിംഗ് ആണെങ്കിലും വളരെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സിങ്ക് സൗണ്ട് ഒരുപാട് ആൾക്കാർ, വലിയ വലിയ നല്ല ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് വലിയ പടങ്ങൾ, ഇപ്പം മമ്മൂട്ടി ഒക്കെ സിങ്ക് സൗണ്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് അതാണ് വേണ്ടത്. പുള്ളിക്ക് ഡബിങ്ങിനോട് താല്പര്യം കുറവാണ് ഇപ്പൊ. പുള്ളിയുടെ പടങ്ങൾ സിങ്ക് സൗണ്ട് ചെയ്യാൻ അത് വലിയ കാര്യമാണ്. അപ്പം അവരെപ്പോലുള്ള ആൾക്കാരൊക്കെ അത് ചെയ്യുന്നത് മനസ്സിലായി. അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട്. മൊത്തത്തിൽ നല്ല അഭിപ്രായമാണ്. അപ്പം 2013 അന്നത്തേക്കാളും ടെക്നോളജി ഒക്കെ നല്ല ഇമ്പ്രൂവ് ആയി കുറച്ചുകൂടി ഈസിയർ ആയിട്ടുണ്ടോ ഈ സൗണ്ട് ഡിസൈനിങ് പരിപാടിയെല്ലാം? ഈസിയർ ആയിട്ടുണ്ട്. AI പോലും ഉണ്ടല്ലോ ഡിസൈൻ, AI എനേബിൾഡ് ആയിട്ടുള്ള പരിപാടികൾ. AI ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ജോലിനെ ബാധിക്കുന്ന നിലവിൽ ഇല്ല. മനുഷ്യനേക്കാളും ബുദ്ധി ഇതിന് വരുമ്പോഴത്തേക്കും ചിലപ്പോ ബാധിച്ചേക്കാം. അപ്പോഴത്തേക്കും കുറച്ച് പ്രായമൊക്കെ ആയി റിട്ടയർമെന്റ് ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും AI നെ കൊണ്ട് ഇരിക്കാൻ പറ്റില്ല.
പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, അത് നമ്മുടെ ഇമോഷനും നമ്മുടെ സെൻസും ഒക്കെ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോഴും അത് പഠിച്ചു തീർന്നിട്ടൊന്നുമില്ല. അപ്പൊ മനുഷ്യൻ പഠിച്ചിട്ടാണല്ലോ എ പഠിക്കേണ്ടത്. അപ്പൊ എ അതിന് സ്വയം ബുദ്ധി വന്നിട്ട് ഇനി മനുഷ്യനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ച് ഇതൊക്കെ ഭയങ്കര ഓരോ മനുഷ്യന്റെയും ആസ്വാദനം, ഇമോഷൻസ്, സെൻസസ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഒരാൾ ആലോചിക്കുന്നതൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പം നമ്മള് ഈ ചെയ്തു വെച്ചിട്ടുള്ള കുറെ മാതൃകകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും ഓരോ മനുഷ്യന്റെയും പേഴ്സണാലിറ്റിയും ഒക്കെ ഈ വർക്കിൽ വരുന്നത്. അതാണല്ലോ ആർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ AI ഇൻവോൾവ് ആയാലും അത് കുറച്ച് ആർട്ടിഫിഷ്യൽ ആവും. ആർട്ട് ആവാനുള്ള സാധ്യത അത് നമ്മൾ തന്നെ വേണം. ഇപ്പം ചേട്ടൻ ഇപ്പൊ ഈ ഇടയ്ക്ക് ഏതെങ്കിലും പടം കണ്ടിട്ട് ചേട്ടന് തോന്നിയിട്ടുണ്ടോ അതിലെ സൗണ്ട് ഡിസൈനർ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു? അങ്ങനെ കുറച്ച് അത്യാവശ്യം പേരെടുക്കുന്ന പടങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയല്ല, പക്ഷെ ചില പടങ്ങളൊക്കെ നമ്മള് ഇപ്പൊ നൻപകൽ നേരത്ത് മയക്കമൊക്കെ കണ്ടപ്പം എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ് ഒരു മെയിൻ സ്ട്രീം ലെവലിൽ ഇത്രയും വലിയ നടനെയൊക്കെ വെച്ച് സിനിമ ചെയ്യുന്ന ഒരു പടത്തില് സൗണ്ടിലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു ഡയറക്ടർ വരിക, അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ള ഒരു താല്പര്യം തോന്നിയിട്ടുണ്ട്. മനസ്സിലായി. ചേട്ടൻ മലയാളം സിനിമ മാത്രമാണോ അതോ അല്ലാതെ പാൻ ഇന്ത്യ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പാൻ ഇന്ത്യ എന്നൊക്കെ പറയണ വലിയ പാൻ ഇന്ത്യ എന്ന് പറയണ്ട, ഇപ്പം വേറെ റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട്. ഞാൻ ഡോക്യുമെന്ററീസ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ഡോക്യുമെന്ററീസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഡോക്യുമെന്ററീസ് ഒക്കെ ഇന്ത്യൻ ഇത് മനസ്സിലായി. പിന്നെ ഒരു മറാഠി പടം ചെയ്തിട്ടുണ്ട്, ഏലി ഏലി ലമ സബക്താനി എന്നാണ് എൻ്റെ പേര്. ഏലി ഏലി ലമ സബക്താനി എന്ന് പറയുന്നത് ഒരു ഹീബ്രു ലാംഗ്വേജിലുള്ള, അതായത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറയുന്നത്, അതാണ് എന്റെ മീനിങ്. അത് ഒരു ഗംഭീര വർക്കായിരുന്നു, കുറച്ച് ഡീപ്പായിട്ടുള്ള. അത് പക്ഷെ റിലീസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം കുറച്ച് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും, വളരെ ബോൾഡ് ആയിട്ടുള്ള. അതിനകത്ത് ഹോമോസെക്ഷുവാലിറ്റി ഉണ്ടായിരുന്നു, പിന്നെ റിലീജിയന്റെ ഇതിനെതിരായിട്ടുള്ള അതുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, റൈറ്റ് വിങ്ങിനെതിരായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും. അതെ അതെ, ഇപ്പൊ തന്നെ എന്തെല്ലാം സീനാണ്. ഇപ്പൊ തന്നെ ഈ ഇടയ്ക്കായിട്ട് തന്നെ കട്ടിയടിയൊക്കെ വന്നില്ല. ചേട്ടൻ ഇപ്പം പറഞ്ഞില്ല ചേട്ടൻ ബോംബെയിലായിരുന്ന ആ മറാഠി ഫിലിമിന് പോയത്. അപ്പൊ ചേട്ടന്റെ വർക്ക് എങ്ങനെയാണ്? ചേട്ടൻ ഇങ്ങനെ ഫീൽഡിൽ പോവാറുണ്ടോ അതോ? അത് സിംഗ് സൗണ്ട് ആയിരുന്നു. അതിനകത്ത് ഇപ്പൊ നമ്മള് അതിങ്ങനെ ഇൻഡിപെൻഡന്റ് സിനിമകളിലെ നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ചിലപ്പോൾ ക്യാമറ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഗണേശ് ചതുർത്ഥിയൊക്കെ ആയിരുന്നു ആ സമയത്ത്, ഗണേശോത്സവത്തിന്റെ സമയത്തായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ പോയി മൈക്കും കൊണ്ടുപോയിട്ട് അവരുടെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്ത് റെക്കോർഡ് ചെയ്യുക, അങ്ങനത്തെ കുറെ ആംബിയൻസ്. അതെ അതെ, മുംബൈ സിറ്റിയുടെ കുറെ നല്ല ആംബിയൻസ് കളക്ട് ചെയ്തായിരുന്നു അവിടുന്ന്. ഒരു ഡിസ്റ്റൻസ് സിറ്റി, ടോണും ആംബിയൻസ്, അങ്ങനെ കുറെ പരിപാടികള്. പിന്നെ ഈ തബേലാസ് ഉണ്ട്, ഈ ഫാം, എരുമ പോത്ത് ഫാമുകൾ, കുറെ നാൾ അതിനകത്തായിരുന്നു, ഇതിന്റെ ഒക്കെ കൂടെ ആയിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര രസമായിരുന്നു. എത്ര കാലം ഉണ്ടായിരുന്നു ഇതിന്റെ പുറകെ? അതൊരു ആ പടം 2 സ്കെഡ്യൂളായിട്ട് ഒരു 30-35 ഡേയ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് പടം ഒരാൾ പൊക്കം നമ്മൾ ഹിമാലയത്തിലായിരുന്നു മൊത്തം. അതായത് അത് മൊത്തം ഒരു 60 ഡേയ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 2 സീസണായിട്ട് ഒരു 20 ഡേയ്സ് വെച്ച് ഹിമാലയത്തിലും പിന്നെ ഡൽഹി, മുംബൈ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പഴാ അത്. പക്ഷെ ഞാൻ പറഞ്ഞ അത് ഷൂട്ട് ചെയ്യാൻ പോകുന്നതൊക്കെ അത് ഭയങ്കര ലോ ബജറ്റ് സിനിമയാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സിംഗ് സൗണ്ട് ചെയ്യാനായിട്ടൊരു സെറ്റ് ഓഫ് എക്യുപ്മെന്റ്സ്, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ നമുക്ക് ബജറ്റ് ഒന്നുമില്ല. അപ്പൊ ഞാനൊരു ഹാൻഡി റെക്കോർഡർ വാങ്ങി, ചെറിയൊരു 2 ഇൻപുട്ട് മാത്രം കൊടുക്കാൻ പറ്റും, 2 മൈക്ക് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കോർഡർ. പിന്നെ അതിന് ഒരു ഫ്രണ്ട് മൈക്കും ഉണ്ട്. ഇത് 2013-14 അതെ, 2013. അപ്പൊ ആ റെക്കോർഡറും വാങ്ങി, ഒരു 3 ലേപ്പൽ മൈക്ക്, ഒരു ഷോട്ട് ഗൺ, നമ്മൾ ബൂം ചെയ്യുന്ന മൈക്ക് ആയിട്ടാണ് പോയത്. അതിന്റെ കൂടെ ജിജി എന്ന് പറഞ്ഞൊരു കക്ഷി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവാർഡും ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പം ഈ ഹാൻഡി റെക്കോർഡർ, പിന്നെ ഇത് മറ്റേ സാധാരണ പോലെ കാർട്ടോ ഒന്നുമില്ല, ഈ സാധനം വെച്ച് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ തൂക്കിയിട്ട്
അവിടെ ഇവിടെ കേബിളൊക്കെ ചുറ്റി കഴുത്തി കൂടെ ഒക്കെ ചുറ്റി അങ്ങനെയൊക്കെയാണ് അന്ന് റെക്കോർഡ് ചെയ്തത്. എനിക്കറിയാം. അത് ഞാനത് റെക്കോർഡ് ചെയ്യാൻ പോകുന്നപ്പം കൃഷ്ണുണ്ണി സാറായിരുന്നു എന്റെ സൗണ്ട് ഡിസൈനർ. പുള്ളി ഒരു മൾട്ടിപ്പിൾ നാഷണൽ അവാർഡ് വിന്നർ ആയിട്ടുള്ള വലിയൊരാളാണ്. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ഞാൻ ഈ റെക്കോർഡർ കൊണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ഇതും കൊണ്ട് നിങ്ങൾ എങ്ങനെ അവിടെ പോയി റെക്കോർഡ് ചെയ്യുമെന്ന് ചോദിച്ചു. പക്ഷെ നമുക്ക് വേറെ നിവർത്തില്ല, വേറെ ബഡ്ജറ്റൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഡയറക്ടറോട് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. നിങ്ങൾ പുൾ ഓഫ് ചെയ്തു എന്തായാലും അല്ലേ? അതെ അതെ അതെ, നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഈ സാധനം വെച്ച് തന്നെ ഫുൾ സംഭവം കവർ ചെയ്തു. അവർക്ക് തന്നെ അത്ഭുതമായിരുന്നു അത് എങ്ങനെ ചെയ്യുന്നുള്ളത്. പിന്നെ എനിക്ക് അതിനകത്ത് ഭയങ്കര രസകരമായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സനല് അപ്പോഴും തോന്നുന്നു അവിടെ ഒരു സ്ഥലം കാണുമ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാം എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ഇറങ്ങി ഷൂട്ട് ചെയ്യുന്ന. അപ്പം ഒരു ഇങ്ങനെ ചുരം ഇങ്ങനെ കയറി കയറി പോവാണ്. അപ്പം നല്ല ഒരു കാടുള്ള ഒരു സ്ഥലത്തെത്തി. അപ്പൊ അവിടെ ചെയ്യാന്ന് പറഞ്ഞു. എന്തോ ഷോട്ട് എടുക്കാനാണ്, പക്ഷെ ഡയലോഗ് ഒന്നുമില്ല. അപ്പം ഞാൻ ആംബിയൻസ് എന്തെങ്കിലും കവർ ചെയ്യാന്ന് വെച്ചിട്ട് ഇറങ്ങി കേറുമ്പം കിളികളുടെ സൗണ്ട് ഉണ്ട്, ഭയങ്കര രസമുള്ള സൗണ്ട് ആണ്. അപ്പൊ ഞാൻ അത് അന്വേഷിച്ച് ഇങ്ങനെ മേളിലേക്ക് കാട്ടിലേക്ക് കയറി പോവാണ്. അപ്പം നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കിളികളാണ്. ഭയങ്കര രസമുള്ള കളറുകളുള്ള, ഇങ്ങനെ കിരീടം പോലെ ഇതൊക്കെയുള്ള പല തരത്തിലുള്ള കിളികൾ, ഭയങ്കര രസമുള്ള ശബ്ദമാണ്. അപ്പൊ ഞാനിത് ഈ റെക്കോർഡർ ഇങ്ങനെ പിടിച്ചിട്ട് എന്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് മുകളിലേക്ക് പറന്നു പോകും. അത് ഇങ്ങോട്ട് വരില്ല. പക്ഷെ സൗണ്ട് ഭയങ്കര രസമായിരുന്നു. ഗംഭീരമായിട്ട് കിട്ടി. ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ചെന്ന് നിന്നു, കുറച്ചു നേരം അതവിടെ നിന്ന് കിളികൾ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് പോയി. ചെറിയൊരു കാറ്റടിച്ചപ്പോ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ നിന്ന് ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീണു. അതിന്റെയൊക്കെ സൗണ്ട് നമ്മള് വിചാരിച്ച് കിട്ടിയതല്ല, ആ സൗണ്ട് ആ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ്. എന്തൊരു ഭയങ്കര ഫീലാണ്. നമ്മളിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ നിന്നു. അങ്ങനെ ഒരു സൗണ്ട്, ഇല പൊഴിയുന്ന ശബ്ദമൊക്കെ, അതാണ് ഈ പരിപാടിയാണല്ലോ. അല്ല, നമ്മൾ ഈ സിങ് സൗണ്ടിന്റെ ഒരു ഗുണം അതാണ്. നമുക്ക് അല്ലെങ്കിൽ ഞാൻ ഈ സൗണ്ട് ഡിസൈൻ ചെയ്യാനിരിക്കും, ഞാൻ ഒരിക്കലും ഒരു ഇല പൊഴിയുന്ന ശബ്ദം നമുക്ക് അവിടെ ചെയ്യാം നമ്മൾ വിചാരിക്കില്ല. നമ്മൾ സൗണ്ടേ നമ്മുടെ തലേ വരില്ല. പക്ഷെ ഇങ്ങനെ സൗണ്ട് നമ്മൾ കേൾക്കുകയും അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒരു ഇത് കിട്ടുന്നത്. യൂഷ്വലി ആൾക്കാർ ഇങ്ങനെ പ്രീസെറ്റ് ഒക്കെ എടുക്കാറുണ്ടോ? ഇപ്പൊ ചേട്ടൻ മാനുവലി പോയി എടുത്തില്ല, അല്ലാതെ അല്ലല്ല, അതുകൊണ്ട് എടുക്കാറുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം ഇത് കൊണ്ട് മാത്രം തികയില്ല, ഒരുപാട് കാര്യം സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായി. ലൈബ്രറീസ് തന്നെ എടുക്കാറുണ്ട്. ഇപ്പൊ ഏതെങ്കിലും പുതിയ അപ്കമിങ് പ്രോജക്ട്സ് വല്ലതും? ഇനി വരാനുള്ളത് ഇത്തിരി നേരം എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അത് പ്രശാന്ത് വിജയ് ഡയറക്ട് ചെയ്ത പടമാണ്. റോഷൻ മാത്യു, സെറിൻ ഷിഹാബും ആണ് അഭിനയിക്കുന്നത്. അത് ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ്. അത് നമുക്ക് എപ്പം എക്സ്പെക്ട് ചെയ്യായിരിക്കും? അത് ഈ വർഷം തന്നെ. അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ്. ചേട്ടാ, അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് ബാക്ക്ലാഷസ് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൂര്യൻ ഒരു പടം ഇറങ്ങിയില്ലായിരുന്നു, കാഗുവ എന്ന് പറഞ്ഞു. അപ്പൊ അതില് ഭയങ്കര ലൗഡായിരുന്നു. അതെന്താണ് ചേട്ടൻ, എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ? നമ്മള് ഈ കൊമേഴ്സ്യൽ സിനിമകളിൽ, അതായത് നമ്മൾ ഭയങ്കര ഈ ബ്രഹ്മാണ്ഡ സിനിമകൾ എന്ന് പറഞ്ഞ സിനിമകളിൽ, അത് സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് നല്ല സൗണ്ട് എന്ന് പറഞ്ഞാൽ ലൗഡ് സൗണ്ട് ആണ് എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാൻ അതിന് ഭയങ്കര എതിരാണ്. കാരണം വെച്ചാൽ നമ്മുടെ ചെവിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ലെവൽ ഓഫ് സൗണ്ട് ഉണ്ട്. ത്രെഷോൾഡ് ഓഫ് പെയിൻ എന്ന് പറയും. അത് നമ്മൾ ഇപ്പൊ കുറച്ച് ടെക്നിക്കൽ പറഞ്ഞാൽ 130 dB SPL ആണ്. അതായത് 130 dB സൗണ്ട് പ്രഷർ ലെവൽ എന്നുള്ളതാണ് അതിന്. അപ്പം നമ്മളിപ്പോ ഒരു ഉദാഹരണം, ഒരു റോക്ക് കൺസേർട്ട് ആണെങ്കിൽ ഒരു 110 dB ഒക്കെ ആയിരിക്കും വരിക. അപ്പൊ നമ്മളൊരു 2 to 3 hours നമ്മൾ ഇത്രയും ലൗഡായിട്ടുള്ള സൗണ്ടിന് നമ്മുടെ ചെവി എക്സ്പോസ്ഡ് ആയിട്ടിരുന്നാൽ നമുക്ക് ഭയങ്കര ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാവും. മാനസികമായ പ്രശ്നങ്ങളുണ്ടാവും, ചെവിയുടെ ഹിയറിങ്ങിന് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമ്മുടെ ഇവിടുത്തെ പൊല്യൂഷൻ നിയമം അനുസരിച്ച് ഇതിനപ്പുറത്തുള്ള സൗണ്ട് പൊല്യൂഷൻ എന്നാണ് കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളൊരു സിനിമ കാണാനിരിക്കുമ്പോ ഈ പൊല്യൂഷൻ ലെവലിലുള്ള ലൗഡ്നെസ് ഒരു സിനിമയിൽ ഉണ്ടാവുന്നത് തെറ്റാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഒന്ന് ഫിലിം മേക്കേഴ്സിന്റെ ഒരു തെറ്റിദ്ധാരണ, അതായത് ലൗഡ് ആവുന്നതാണ്. ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തിൽ തന്നെ ഒരു വലിയ ഫിലിം മേക്കർ, ഞാൻ പേര് പറയുന്നില്ല, പുള്ളിക്കാരൻ ഒരു സിനിമയുടെ
നമുക്കെല്ലാം അറിയാവുന്ന ഒരു വലിയ സിനിമയുടെ സൗണ്ട് മിക്സിങ്ങിന് ഇരുന്നപ്പോൾ മിക്സിംഗ് എഞ്ചിനീയറോട് പറഞ്ഞത് ആൾക്കാരുടെ ചെവിയിൽ നിന്ന് ചോര വരണം, അത്രയും ലൗഡായിരിക്കണം എന്നാണ് പറഞ്ഞത്. അതൊരു എക്സാമ്പിൾ ആണ്. അപ്പം ഇവരുടെ ധാരണ എന്ന് പറയുന്നത് ഈ ലൗഡ്നെസ് ആണ് ഭയങ്കര സംഭവം. പക്ഷെ അത് നമുക്ക് ഒരിക്കലും അത് ആസ്വദിക്കാൻ പറ്റില്ല. ഈ നമ്മളൊരു നോർമൽ ഡൈനാമിക് റേഞ്ചിൽ വേണം സൗണ്ട് കേൾക്കാൻ. ലൗഡ് സൗണ്ട്സ് ഉണ്ടാവും, ലോ സൗണ്ട്സ് ഉണ്ടാവും, രണ്ടും വേണം. ഒരു സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ അത്രയും ലൗഡായിട്ട് മ്യൂസിക് കൊണ്ട് നിറച്ചു വെച്ചാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിലെല്ലാം നിയമം കൊണ്ട് നടക്കുള്ളൂ. അതായത് നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരും കീപ്പ് ചെയ്യില്ല. നിങ്ങൾ ഹെൽമെറ്റ് വെക്കണം എന്ന് പറഞ്ഞാൽ ആരും വെക്കില്ല. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വെക്കില്ല. വെളിയിൽ നിന്ന് സിഗരറ്റ് വലിച്ചാൽ പോലീസ് പിടിച്ചാലേ സിഗരറ്റ് വലിക്കായിരിക്കും. അതുപോലെ നമ്മൾ ഓരോ തിയേറ്ററിലും ഓരോ സ്റ്റുഡിയോയിലും അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് സ്റ്റാൻഡർഡൈസ്ഡ് ആണെന്നും അവര് ഇന്ന ലൗഡ്നെസ് കൃത്യമായ സ്പെസിഫൈഡ് ലൗഡ്നെസ്സിലാണ് പ്ലേ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താനുള്ള ഇൻസ്പെക്ഷൻസ് സ്ഥിരമായി നടക്കും. അതിനൊരു ബോഡി ഉണ്ടാവണം, അത് നടക്കണം, അതിനൊരു പെനാൽറ്റി അടിക്കണം അല്ലേ? അതെ, അതിന് നല്ല ശിക്ഷ ഉണ്ടാവണം. അത് സ്റ്റുഡിയോസിലും വേണം, മിക്സിംഗ് എഞ്ചിനീയേഴ്സിനും ആ ഒരു ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ വരാത്തത് നമ്മുടെ നാട് വി ആർ നോട്ട് ദെയർ യെറ്റ്. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ പ്രിറ്റി ബാക്ക്വേർഡ് ആണ് പല കാര്യങ്ങളിലും. അത് സത്യമാണ്. നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ എത്ര പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് നമുക്ക് ആൾക്കാർക്കും കൂടി ഒരു ഇപ്പൊ ഞാൻ ഇപ്പൊ ചില ആൾക്കാർ പറയാറുണ്ട് ഈ സിംഗ് സൗണ്ട് ഒക്കെ ചെയ്യുന്ന ചില സിനിമകളുടെ ഡയലോഗ് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പരാതി പറയാറുണ്ട്. അങ്ങനെ പരാതി പറഞ്ഞ ചില സിനിമകൾ ഞാൻ പേഴ്സണലി കണ്ടു നോക്കിയിട്ടുണ്ട്. OTT-യിലൊക്കെ വന്ന പടങ്ങളാണ്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മളൊരു കഴിഞ്ഞ ഒരു 10-20, അതായത് ഈ DTS വന്നതിന് ശേഷമുള്ള ഒരു 10-25 വർഷമായിട്ട് ലൗഡായിട്ടുള്ള സൗണ്ട് കേട്ട ആൾക്കാർ ട്യൂൺഡായിപ്പോയി. അതിപ്പോ TV-യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഒരു ഡയലോഗ് പറയുന്നത് മൈക്കിന്റെ തൊട്ടടുത്ത് ഡബ് ചെയ്യുക. അത്രയും പ്രോക്സിമിറ്റിയിൽ ഡയലോഗ് ഭയങ്കര ലൗഡായിട്ട് കേട്ട് ആൾക്കാർ ശീലിച്ചു. അപ്പൊ നാച്ചുറൽ ആയിട്ട് സൗണ്ട് ചെയ്യുന്ന ഒരു സംഭവം അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇന്ന് നമ്മൾ പറയുമ്പോൾ വിവാദമാവും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകേടിന് പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രേക്ഷകരല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്, നമ്മളെ തന്നെയാണ്, എന്നെ തന്നെയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി ആയിരുന്നു അത് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കമ്മ്യൂണിറ്റി, അതായത് DTS വന്ന സമയത്ത്, അതായത് മുമ്പ് ഈ ഡോൾബി ഡിജിറ്റലിന്റെ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ഫിലിമിനെ തന്നെയാണ് ഇതിന്റെ ഡേറ്റ റെക്കോർഡ് ചെയ്യുന്നത്. ഫിലിമിൽ ഒരു പർട്ടിക്കുലർ ലൗഡ്നെസ്സിന് അപ്പുറത്തേക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് അത്രയും സൗണ്ടേ ഉള്ളൂ, അത്രയും സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലം വലുതാണെങ്കിൽ മാത്രമേ വലിയ വേവ്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലൗഡ്നെസ് കുറച്ച് കൺട്രോൾഡ് ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ DTS വന്നപ്പം അതിന്റെ സൗണ്ട് ട്രാക്ക് ഒരു ഡിസ്കിലാണ്. ഒരു ഡിസ്കിലാണ് അതിന്റെ സൗണ്ട് ട്രാക്ക്. ഫിലിമിന്ന് ഒരു ടൈം കോഡ് കൺട്രോൾ വെച്ചിട്ട് ഈ ഡിസ്പ്ലെയർ വർക്ക് ചെയ്യും. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഡിസ്കിലാവുമ്പോഴത്തേക്കും അതിനകത്ത് ലൗഡ്നെസ് ലിമിറ്റേഷൻ ഇല്ലാതായി. അപ്പം ആൾക്കാർ ഈ തെലുങ്ക് സിനിമകളും ഒക്കെ ലൗഡായി ചെയ്തു തുടങ്ങി. അപ്പൊ അന്ന് ചെയ്തു കൊടുത്ത ആൾക്കാർ, അതായത് നമ്മള് ഇപ്പൊ ഡയറക്ടർമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പണ്ട് മുതലേ തന്നെ നമ്മൾ മിക്സിംഗ് പഠിക്കുമ്പോൾ തന്നെ പ്രൊഡ്യൂസർ കാണാൻ വരുമ്പോഴത്തേക്കും 2 സ്പീക്കറും കൂടെ ഓൺ ചെയ്ത് വെക്കും പറ്റിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ എന്നുള്ള രീതിയിൽ ഈ ലൗഡ്നെസ് കൂട്ടുന്ന പരിപാടികൾ അന്ന് തുടങ്ങിയതാണ്. അത് പിന്നെ തിരിച്ചു പോകാൻ പറ്റിയില്ല. അതാണ് സംഭവിച്ചത്. അപ്പൊ ഇനിയെങ്കിലും ഈ സ്റ്റാൻഡേർഡ്സ് നമ്മുടെ അതൊരു സെൻട്രൽ നിയമമായിട്ട് വരണം. രാജ്യത്തെമ്പാടും കൃത്യമായ ഒരു ഗൈഡ് ലൈൻസോട് നിയമം വരികയും അത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ചെയ്താൽ മാത്രമേ അതിലൊരു മാറ്റം ഉണ്ടാവും. മനസ്സിലായി. അത് ഭയങ്കര ഒരു ഇൻസൈറ്റ്ഫുൾ സംഭവിച്ചോട്ടെ പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടില്ലായിരുന്നു. അത് നമുക്ക് അറിയില്ല. നമ്മള് കാണുമ്പോ പൊളിയാണ്, ഗംഭീരമാണ് എന്ന് പറയും. മാത്രമല്ല ഇപ്പൊ KGF, അതിനകത്തൊക്കെ KGF ലൗഡ്നെസ്, KGF സെക്കൻഡ് പാർട്ട് ലൗഡ്നെസ്സിന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ അവരത് റീവർക്ക് ചെയ്തിട്ട് വീണ്ടും തിയേറ്ററിൽ അപ്ലോഡ് ചെയ്യാണ് ചെയ്തത്. ഭയങ്കര ലൗഡായിട്ട് തിയേറ്റേഴ്സിലെ സ്പീക്കേഴ്സ് കേടായി പോയിട്ട് അവര് പിന്നെ റീവർക്ക് ചെയ്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാണ്. മനസ്സിലായി. ചേട്ടന്റെ എങ്ങനെയാ വർക്ക് എല്ലാം എന്ന് പറഞ്ഞാ ഇങ്ങനെ പറയുന്നത്? ചേട്ടൻ ഫീൽഡിൽ പോയാണോ വർക്ക് ചെയ്യുന്നത്, അതോ ചേട്ടൻ ഇങ്ങനെ വർക്ക് ഫ്രം ഹോം പോലെ ഫ്ലെക്സിബിൾ ആണോ? എങ്ങനെയാണ്? എല്ലാത്തിനും ഫ്രീലാൻസ് ആണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. 2021 വരെ ചാനലിൽ വർക്ക് ചെയ്തിരുന്നു. അതിന്റെ കൂടെയാണ് ബാക്കി പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നത്. ഫുൾ ടൈം ഫ്രീലാൻസ് വർക്കാണ് ചെയ്യുന്നത്. അപ്പം ലൊക്കേഷൻ സൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും
അല്ലെങ്കിൽ സിനിമയാണെങ്കിൽ തന്നെ സിങ് സൗണ്ട് ആണെങ്കിൽ നമ്മൾ പോയി ചെയ്യും. പിന്നെ ഇപ്പോഴ് ഇന്റർനെറ്റ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് റിമോട്ടായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില സിനിമയുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ, ഞാനിപ്പോ ചെയ്തൊരു പടത്തിന്റെ സ്വകാര്യം സംഭവ ബഹുലം എന്ന് പറഞ്ഞൊരു പടം ഞാൻ ചെയ്തായിരുന്നു. അതിന്റെ മ്യൂസിക് ഡയറക്ടർ അയാൾ എവിടെയാണ്, അമേരിക്കയിലോ അവിടെ എവിടെയാണ്. അയാൾ അവിടെ നിന്നാണ് ചെയ്തിട്ട് ട്രാക്സ് ഒക്കെ എനിക്ക് അയച്ചു തരുന്നത്. നമ്മൾ മിക്സ് ചെയ്ത് അങ്ങോട്ടായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. റിമോട്ട് കൺവീനിയന്റ്. വീട്ടിൽ തന്നെ ഞാൻ ഒരു സ്റ്റുഡിയോ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വരും. അവിടെ ഇരുന്ന് നമ്മള് കുറച്ച് പരിപാടികളൊക്കെ മനസ്സിലായി. അപ്പം ഇപ്പൊ നമ്മൾ സപ്പോസ് സ്റ്റുഡിയോയിലൊക്കെ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ അയച്ചു കൊടുക്കൂല, അപ്പൊ ഈ എഡിറ്റിംഗ് അങ്ങനത്തെ റീ എഡിറ്റിംഗ് പരിപാടിയൊക്കെ നടക്കാറുണ്ട്. അത് റീ എഡിറ്റിംഗ് പരിപാടി വരാറുണ്ട്. ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ അത് സാധാരണയാണ്. ഫൈനൽ ഔട്ട് ഒരു ആർട്ടിസ്റ്റ്, ഒരു ഡയറക്ടർ ആണല്ലോ ആർട്ടിസ്റ്റ് സിനിമയുടെ. പുള്ളിക്കാരൻ ഒരു ഫൈനൽ ഇതാണ് എന്റെ വർക്ക് എന്ന് പറയുന്നത് വരെ നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് കുറച്ചൊരു നിയന്ത്രണം ഇല്ലാതെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഡിജിറ്റൽ ആയതിനു ശേഷം നമുക്ക് എത്ര വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. പണ്ട് ഫിലിം ആണെങ്കിൽ അത് പറ്റില്ല. നമുക്കൊരു നിയന്ത്രണം ഉണ്ട്, കൃത്യമായ പ്ലാനിങ് ഉണ്ട്, ഷോർട്ട് ഡിവിഷൻ ഉണ്ട്. ഇപ്പൊ ആൾക്കാര് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഫുൾ കവർ ചെയ്ത് ഷോർട്സ് എടുക്കും. ശരിക്കും നമുക്കൊരു വൈഡ് മാത്രം മതിയെങ്കിൽ പോലും വെറുതെ 2 ക്ലോസും കൂടെ ഒക്കെ എടുത്തു വെക്കും. അപ്പൊ എഡിറ്ററിന് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വരുമ്പം ഇപ്പൊ ഈ അടുത്തൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഫൈനൽ മിക്സ് ഒക്കെ കഴിഞ്ഞ എല്ലാം ലോക്കായ സിനിമകൾ പോലും പിന്നെ റീ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ പാടാണ്. മുമ്പാണെങ്കിൽ നമ്മളെ ഫിലിം ആയിരുന്ന സമയം അങ്ങനത്തെ റീ എഡിറ്റിംഗ് ഒന്നും അത്ര പോസിബിൾ അല്ലായിരുന്നു അല്ലേ? റീ എഡിറ്റിംഗ് പോസിബിൾ അല്ല എന്നല്ല, പക്ഷെ ഭയങ്കര പാടാണ്. അതായത് നമ്മളിപ്പം വീണ്ടും ഒരു കോപ്പി അടിക്കണമെങ്കിൽ വീണ്ടും അത്രയും ഫിലിമൊക്കെ വാങ്ങിക്കണ്ടേ. ഡിജിറ്റലിൽ അങ്ങനെ ഒരു സംഭവമില്ല, എല്ലാം വെർച്വൽ അല്ലേ. അതുകൊണ്ട് സ്പേസ് വേണം എന്നല്ലേ ഉള്ളൂ. മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ പഴയ ഫിലിം മേക്കേഴ്സ് പറയുന്നത് ഇപ്പൊ ഈ പണ്ടത്തെ ആൾക്കാർക്ക് പണി അറിയാമായിരുന്നു, ഇപ്പോഴത്തെ ആൾക്കാർ പണി ചെയ്ത് പഠിക്കുക. അത് കംപ്ലീറ്റ്ലി ഞാൻ അഗ്രി ചെയ്യുന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരു ലൗസിനെസ് ഉണ്ട്. ഇങ്ങനെ വെറുതെ ചെയ്ത് നോക്കുക, പഠിക്കുക. ഇപ്പോഴത്തെ കാലം തന്നെ ബെറ്റർ അല്ലേ? എന്തായാലും കുറച്ചും കൂടി ഈസിയർ ആയെന്ന് മാത്രമല്ല, ക്രിയേറ്റീവ് ഫ്രീഡം കൂടി, ടൂൾസ് ഒരുപാട് കൂടി, നമുക്ക് ചെറിയ ബജറ്റിലും സിനിമകൾ ചെയ്യാവുന്ന ഒരു അവസ്ഥ ഉണ്ടായി. മുമ്പ് ഒരു ഫിലിമിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് സിനിമ ചെയ്യാം. അതാണ് അത് ശരിയോ. പിന്നെ എന്നെ പോലെ നോക്കിയാ നമ്മളൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭയങ്കര ക്രിയേറ്റീവ് ഫ്രീഡം ഭയങ്കരമായിട്ട്. കോവിഡിന് ശേഷമാണ് കോവിഡിന്റെ സമയത്ത് സ്പൈക്ക് വന്നത്, അതിനുശേഷം. പക്ഷെ എനിക്കൊന്ന് അതിനു മുമ്പാണ് കുറെ കൂടെ സീരിയസ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് സിനിമകൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ അതിനുവേണ്ടി പൈസ ചെലവാക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നത്. ഇപ്പൊ ആൾക്കാർക്ക് ഈ താരങ്ങളല്ലാത്തവരെ വെച്ച് സിനിമ ചെയ്യാനൊക്കെ ഒരു ഇച്ചിരി മടിയാണ്. ഇപ്പൊ അപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറച്ച് കുറവാണ്. അതായത് ഇപ്പൊ ആരും അതിന്റെ പേര് പറയുന്നില്ലെങ്കിലും ഇപ്പൊ ഒരു റിസിഷൻ ഉണ്ട്. മൊത്തത്തിൽ കുറച്ച് ഡള്ളാണ് ഇൻഡസ്ട്രി. ഈ ചെറിയ പരീക്ഷണാത്മക സിനിമകളൊക്കെ പൈസ മുടക്കാനും ചെയ്യാനും ഒക്കെ ആൾക്കാർ മടിക്കുന്നുണ്ട് ഇപ്പൊ. ചേട്ടാ, നമ്മൾ ഈ സിങ് സൗണ്ട് ചെയ്യുന്ന പടങ്ങളില് ഒരു പോയിന്റിൽ എത്തുമ്പോൾ ചിലപ്പോൾ സ്റ്റുഡിയോ റെക്കോർഡിങ് ചെയ്യേണ്ടി വരുമല്ലോ. അതെന്താ അങ്ങനെ നടക്കുന്ന? ഒരു പോയിന്റിൽ എത്തുമ്പോഴല്ല, നമ്മളിപ്പോൾ നമ്മുടെ ഇവിടുത്തെ സാഹചര്യത്തിൽ നമ്മൾ സിങ് സൗണ്ട്, ഇവിടുത്തെ എന്നല്ല എവിടുത്തെയാണ് സിങ് സൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൊക്കേഷനിൽ തന്നെ ഡയലോഗ്സ് റെക്കോർഡ് ചെയ്യുവാണ്. ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഡയലോഗ് റെക്കോർഡ് ചെയ്യുമ്പം ഒരുപാട് പരിമിതികൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. എക്സ്റ്റേണൽ നോയ്സസ് ഉണ്ടാവാം. അതായത് നമ്മൾ ശരിക്കും ഐഡിയലി വേണ്ടത് ഒരു ഫ്രെയിം വെച്ചിട്ട് അതിനകത്ത് ഡയലോഗ് പറയുമ്പോൾ ആ സീനിന് ആവശ്യമുള്ള സൗണ്ട്സ് മാത്രമേ ലൊക്കേഷനിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഐഡിയലി ഒരിക്കലും അങ്ങനെ ഐഡിയൽ സിറ്റുവേഷൻ നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സൗണ്ട്, ഇപ്പോൾ വേറൊരു എക്സ്റ്റേണൽ നോയ്സ് കയറി, പക്ഷെ അത് ബെസ്റ്റ് പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ഷോട്ടാണ്, ഒരു ഭയങ്കര ട്രിക്കി ഷോട്ടാണ്, ഒരു സിംഗിൾ ഷോട്ടാണ്, 50 minutes ലെങ്ത് ഉള്ള ഷോട്ട്സ്, അല്ല 20 minutes ലെങ്ത് ഉള്ള ഷോട്ടാണെന്ന് വെക്കുക. അപ്പൊ അത്രയും ലെങ്ത്തിൽ ഇപ്പൊ കുറെ കൊറിയോഗ്രഫി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതിനിടയിൽ ഒരു നോയ്സ് കയറി എന്ന് വെച്ചിട്ട് നമുക്ക് ഫുൾ റീടേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ പോർഷൻ ചിലപ്പോൾ നമുക്ക് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഇതിന് നമ്മൾ ADR എന്നാണ് പറയുന്നത്, ഓട്ടോമേറ്റഡ് ഡയലോഗ് റീപ്ലേസ്മെന്റ് എന്ന് പറയും.
ഓക്കെ, മനസ്സിലായി. മുമ്പ് ADR എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. എന്നാലും ADR എന്നാണ് അതിന് പറയുന്നത്. അത് ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. നമ്മള് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സിങ് സൗണ്ട് ഞാൻ സിങ് സൗണ്ട് ചെയ്ത പടങ്ങളിൽ 90% ഒറിജിനൽ ഡയലോഗ്സ് തന്നെയാണ് യൂസ് ചെയ്തത്. 10% നമുക്ക് ചിലപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഒരു കാരണം എക്സ്റ്റേണൽ നോയ്സസ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഒരു കാരണം പെർഫോമൻസസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഡയറക്ടർ പറയണം, ഇപ്പൊ അയാൾ ആ ഡയലോഗ് പറഞ്ഞത്, ടാലന്റ് ആ ഡയലോഗ് പറഞ്ഞത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഡയലോഗിന് തന്നെ ഒരു ചേഞ്ച്. ഇപ്പൊ ഒരു സെൻസർ പ്രശ്നം വന്നു, ഒരു ഡയലോഗ് അപ്പം സെൻസർ ബോർഡ് പറഞ്ഞു ആ ഡയലോഗ് പറ്റില്ല, നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പല പല റീസൺസും ഉണ്ട്, റീപ്ലേസ്മെന്റ്സ് വേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ഈ എൻറ്റയർലി നമ്മൾ സ്റ്റുഡിയോയിൽ ചെയ്യുന്നതും സിങ് സൗണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. സിങ് സൗണ്ട് ആണ് ശരിക്കും നമ്മളൊരു ഫിലിം മേക്കിംഗ് ലോകത്തെമ്പാടും സിങ് സൗണ്ട് സ്റ്റാൻഡേർഡ് ആണ്. ലൊക്കേഷൻ സൗണ്ട്, പ്രൊഡക്ഷൻ സൗണ്ട് എന്നൊക്കെയാണ് പറയാം. പക്ഷെ ഇവിടെ ഒരു പണ്ട് നമ്മളൊരു 50-60 സമയത്തൊക്കെ ഇറങ്ങിയിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ സിങ് സൗണ്ടിലാണ് ചെയ്തിരുന്നത്. ഇപ്പം അടൂർ സാറിൻ്റെ ഒക്കെ ആദ്യത്തെ പടം സ്വയംവരം ഒക്കെ സിങ് സൗണ്ട് ആയിരുന്നു. അതിനുശേഷം കുറച്ചുകൂടെ ഇൻഡസ്ട്രി ഇച്ചിരി കൂടെ വലുതായി, താരങ്ങളുണ്ടായി. താരങ്ങളുണ്ടാകുമ്പോൾ താരങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യങ്ങൾ വേണം എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ തിരക്കുകളുള്ള, അപ്പം നമുക്ക് ഫുൾ ലൈൻസ് പഠിച്ചിട്ട് വേണം അഭിനയിക്കാൻ. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ 2-3 സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരാൾ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ലാത്തൊരവസ്ഥ. അങ്ങനെ വരുമ്പോൾ പിന്നെ പെട്ടെന്ന് ചെയ്യണം, ലൈൻ തെറ്റിച്ച് പിന്നെ റീഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം നമ്മുടെ പരിമിതികളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മൾ സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് റീടേക്ക് ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആൾക്കാർ പറഞ്ഞു കൊടുക്കും, ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്യും, പുറത്തുനിന്ന് അസിസ്റ്റന്റ് പറഞ്ഞു കൊടുക്കും, അപ്പോൾ അവർ ഡയലോഗ് പറയും. അങ്ങനെയുള്ള മെത്തേഡ്സ് ഉണ്ടായി. ഡിസിപ്ലിൻ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ഡിസിപ്ലിൻ കുറവ് ഫിലിം മേക്കിങ്ങിലും വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഹിന്ദിയിലൊക്കെ നോക്കിയാലേ, ബോളിവുഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവര് ഡബിങ് ആണ് ചെയ്യുന്നെങ്കിൽ പോലും അവര് റെഫറൻസ് റെക്കോർഡ് ചെയ്യുന്നത്, അതായത് ഡബിങ്ങിന് വേണ്ടി റെഫറൻസ് റെക്കോർഡ് ചെയ്യുന്നത് സിങ് സൗണ്ട് ചെയ്യും പോലെയാണ്. സൈലന്റ് ആയിട്ടേ എടുക്കുള്ളൂ. കൂടുതലും ഈ നമ്മുടെ ഹോളിവുഡുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന തരത്തിലുള്ള പ്രൊഡക്ഷനാണ് അവിടെ സ്റ്റുഡിയോസിനുള്ളിൽ. ബോളിവുഡ്. പക്ഷെ അവര് ഈ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. സൈലൻസ് വിളിച്ചിട്ട് തന്നെയാണ് അവരെ എന്നിട്ട് സ്റ്റുഡിയോ റെക്കോർഡിംഗ് എന്നിട്ട് അവര് റീപ്ലേസ് ചെയ്യും. എനിക്കൊന്ന് നമുക്ക് ഇവിടെ ശരിക്കും സിങ് സൗണ്ടിന് ഇത്രയും പ്രചാരം, സൗണ്ട് എഞ്ചിനീയറിങ്ങിന് തന്നെ ഇന്ത്യയിൽ ഇത്രയും പ്രചാരം, അതായത് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായി, കുറേ കുട്ടികൾ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യരായത് റസൂലിന് ശേഷമാണ്. റസൂൽ സാറിന് ഓസ്കർ കിട്ടിയതിന് ശേഷമാണ് ഉണ്ടായത്. പക്ഷെ റസൂൽ സാറിനെ നമ്മൾ സ്ലം ഡോഗ് ചെയ്ത് നാട്ടുകാർ അറിയുന്നതിന് മുമ്പേക്ക് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. പുള്ളിയുടെ ബ്ലാക്ക് എന്ന് പറഞ്ഞ അമിതാഭ് ബച്ചൻ സ്റ്റാർ ബ്ലാക്ക് ഉണ്ടായിരുന്നു, അത് സിങ് സൗണ്ട് ആണ്. അതൊക്കെ ഭയങ്കരമായിട്ട് രസം. അതിന് മുമ്പ് സിങ് സൗണ്ട് എന്നാണോ പറയുന്നത്? കംപ്ലീറ്റ്ലി സിങ് സൗണ്ട് ആണ്. ബ്ലാക്കിന് മുമ്പേ ബ്ലാക്ക് ഒക്കെ സമയത്ത് തന്നെ നമ്മൾ റസൂലിനെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് ഈയുടെ IFFKയുടെ കൂടെ എമർജിങ് ട്രെൻഡ്സ് ഇൻ ഓഡിയോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു സെമിനാർ ഒക്കെ സംഘടിപ്പിച്ചായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ക്ലാസ് എടുക്കാൻ വന്ന് നമ്മൾ പോയിരുന്നിട്ടുണ്ട്. ഓസ്കറിന് വളരെ മുമ്പാണ്. അതിനു മുമ്പ് പണ്ട് കോൻ ബനേഗാ ക്രോർപതി ചെയ്തുകൊണ്ടിരുന്നപ്പം ആമിർ ഖാൻ ഗസ്റ്റായിട്ട് വന്ന്, ആമിർ ഖാൻ ലഗാൻ ചെയ്യുന്ന സമയത്ത്, ലഗാൻ ചെയ്യുന്ന സമയത്ത് അമിതാഭ് ബച്ചൻ ചോദിക്കും, നിങ്ങളൊരു പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നെന്ന് കേട്ടല്ലോ, എന്താണ് ടെക്നോളജി? അപ്പോൾ പുള്ളി പറഞ്ഞത് സിങ് സൗണ്ട് ആണ്. സിങ് സൗണ്ട് പുതിയ ടെക്നോളജി അല്ല, പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലഗാൻ സിങ് സൗണ്ട് ആണ്. എനിക്ക് തോന്നി. കാരണം അത് എന്തുകൊണ്ടെന്ന് അറിയാമോ? അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള താരങ്ങളല്ല അതിനകത്ത് അഭിനയിച്ചത്. അതിനകത്ത് നാടക പ്രവർത്തകരും ഒക്കെയാണ് കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്തത്. അമീർ ഖാൻ അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം നാടക പ്രവർത്തകരൊക്കെ ആയിരുന്നു. അപ്പം ഇത്രയും ആൾക്കാരെ അവര് പെർഫോം ചെയ്യിച്ച് അവരുടെ പെർഫോമൻസ് അതേപടി കിട്ടണം. ഡബിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ലല്ലോ. ഡബിങ്ങിന് ഒരു എക്സ്പീരിയൻസ് വേണം. ഇച്ചിരി പാടാണ് സത്യത്തിൽ. അതിൽ കുറെ ടൈം കൺസ്യൂം ആവാതെ പോയി, ബിക്കോസ് സിങ് സൗണ്ട് ആയോണ്ടല്ലേ. പക്ഷെ ഡബിങ്ങിനുള്ള സമയം കൺസ്യൂം ആവുന്നില്ല. പക്ഷെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആയിരിക്കണം. ശരിയാണ്. ആ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ മലയാളത്തിലാണെങ്കിൽ ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ ഒരു സൗണ്ട് ഡിസൈനിങ്ങിനോ എന്തെങ്കിലും ഒരു എൻക്വയറി വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് സിങ് സൗണ്ട് ചെയ്യാത്തതെന്ന് ചോദിക്കും. ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബജറ്റാണ് എല്ലാവരും പറയുന്നത്. കൂടുതൽ സമയം എടുക്കും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ കൂടുതൽ സമയമൊന്നും എടുക്കൂല. നമ്മള്
നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ, അതായത് ആർട്ടിസ്റ്റ് അതിന് വില്ലിങ് ആണ്, ഡയറക്ടർ എന്റെ സിനിമയുടെ സൗണ്ട് ഇങ്ങനെയാണ് വേണ്ടതെന്ന് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ അധികം സമയം ഒന്നും എടുക്കും. കാരണം ഇപ്പൊ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ഇപ്പൊ അതിനുള്ള ടെക്നോളജീസ് ഉണ്ട്. അത് കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കാര്യം സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. ഞാൻ ഒരാൾ പൊക്കം സിംഗ് സൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സനൽകുമാർ ശശിധരന്റെ നെക്സ്റ്റ് ഫിലിം ഒരു ദിവസത്തെ കളി എന്ന് പറഞ്ഞ പടവും സിംഗ് സൗണ്ട് ആണ് ചെയ്തത്. പക്ഷെ ആ സമയത്ത് എത്തിയപ്പോഴത്തേക്കും സനൽകുമാർ ശശിധരൻ കുറച്ച് നിർബന്ധമൊക്കെ പിടിക്കുന്ന തരത്തിലുള്ള ഒരു ഡയറക്ടറാണ്. അപ്പൊ ആ സിനിമ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മള് ഒട്ടും ഡ്രാമ ഇല്ലാതെയാണ് ആ പടം ചെയ്തിരിക്കുന്നത്. ഒരാൾ ഒരു ദിവസത്തെ കളി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സനൽ നിർബന്ധം പറഞ്ഞു ലേപ്പൽ മൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പുള്ളിയുടെ തിയറി എന്ന് പറഞ്ഞാൽ ലേപ്പൽ മൈക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ആർട്ട് ടാലന്റിന്റെ ദേഹത്ത് വെക്കുവാണല്ലോ മൈക്ക്. അപ്പം അതൊരു ടെക്നിക്കൽ സംഭവമാണ്, അത് പുള്ളിയുടെ നാച്ചുറൽ പെർഫോമൻസിനെ ബാധിക്കും എന്ന് പുള്ളിയുടെ ഒരു തിയറി. ഞാൻ അതിനോട് ഇപ്പോഴും യോജിക്കുന്നില്ല, അന്നും യോജിച്ചിട്ടില്ല. അന്ന് ഞങ്ങൾ തമ്മിൽ ഒരു ക്ലാഷ് ഒക്കെ ഉണ്ടായി, കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി. പക്ഷെ അൾട്ടിമേറ്റ്ലി ഡയറക്ടേഴ്സ് വർക്കാണ് ഫിലിം എന്ന് പറയുന്നത്. അപ്പം പുള്ളിയുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അത് ലേപ്പൽ മൈക്ക് ഉപയോഗിക്കാതെയാണ് ആ സിനിമയുടെ ഫുൾ റെക്കോർഡിങ് ചെയ്തിരിക്കുന്നത്. ഓൺലി ഓവർഹെഡ് മൈക്കിംഗ് മാത്രം, 2 ബൂമുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല സിനിമയിൽ ലെങ്തി ഷോട്ട്സ് ഉണ്ട്. അതിന്റെ ക്ലൈമാക്സ് സെക്കൻഡ് ഹാഫ് 50 മിനിറ്റുള്ള ഒരു ഷോട്ടാണ്. 50 മിനിറ്റ് സിംഗിൾ ഷോട്ടാണ്. 50 മിനിറ്റ്സ് സിംഗിൾ ഷോട്ടാണ്. ഒരുപാട് കൊറിയോഗ്രഫി ഉണ്ട്, മഴയുണ്ട്. മഴയെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ റെയിൻ ആണ്. അപ്പൊ അതിന്റെ സൗണ്ടും ഉണ്ട്. അതിനോടൊപ്പം ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. വെള്ളം ഒടിച്ചിട്ട് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, പിടിച്ചിരുന്നു, മഴയത്തേക്ക് ഇറങ്ങി പോകുന്നു. ഇത് എത്ര ടേക്ക് എടുക്കേണ്ടി? അത് 2 ദിവസമായിട്ട് ഒരു 5 ടേക്ക് എടുത്തെന്നാണ് എന്റെ ഓർമ്മ. അതില് പക്ഷെ അത് ഫൈനലിൽ വെച്ചത് സെക്കൻഡ് ടേക്ക് എന്തോ ആണെന്ന് തോന്നുന്നു. അത് നമ്മളിങ്ങനെ അപ്പൊ അത് മാത്രമല്ല, ആ പടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഡയറക്ഷൻ ഇല്ല. അതായത് നിങ്ങൾ ഇന്ന സമയത്ത് ഇന്ന പൊസിഷനിൽ നിൽക്കണം, ഇന്ന രീതിയിൽ തിരിയണം. നമ്മൾ അങ്ങനെ പറയുമല്ലോ, ഇപ്പൊ ഫോക്കസ് എടുക്കാൻ. ഇപ്പൊ ഇങ്ങനെ നടന്നു വരുന്നത് ഇവിടെ നിൽക്കുക, ഇത് പൊസിഷൻ, ഇത് ഫൈനൽ പൊസിഷൻ, ഇത് ഇന്ന പൊസിഷൻ എന്നൊക്കെ പറഞ്ഞ് ഫോക്കസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടാണല്ലോ എടുക്കുക. ഇത് അങ്ങനെയൊന്നും അല്ല ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഇവരങ്ങ് ബിഹേവ് ആണ്, ഫുൾ ഇംപ്രൂവൈസേഷൻ ആണ്. ഡയലോഗ്സ് പോലും റിട്ടൺ ഡയലോഗ്സ് ഇല്ല. അപ്പൊ ഏത് സമയത്ത് ആൾക്കാർ എന്ത് പറയുമെന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ നമുക്ക് 2 മൈക്കേ ഉള്ളൂ. ഈ മൈക്ക് ഞാനും വേറെ ആളും എന്റെ അസോസിയേറ്റ് ജിജിയും കൂടെ ഹോൾഡ് ചെയ്യുന്നു. നമ്മള് ഒരുമിച്ച്. അപ്പം ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ വളരെ കീനായിട്ട് വാച്ച് ചെയ്യണം. അടുത്ത ആൾക്കാർ എന്താണ് പറയാൻ പോകുന്നത്, അടുത്ത ആളുടെ റിയാക്ഷൻ, അയാൾ ഇപ്പൊ തിരിഞ്ഞ് ബാഗ് എടുക്കുമോ, അയാൾ തിരിച്ച് വർത്താനം പറയുമോ, മൊത്തം നമുക്ക് കഥ അറിയാം, എന്താണ് സംഭവിക്കുന്നത് അറിയാം. കുറച്ച് പ്രൊആക്റ്റീവ് ആയിട്ട് ഇരിക്കണം. അതെ അതെ, ക്യാമറാമാനും അതെ, ക്യാമറാമാനും പറഞ്ഞൂടെ അടുത്ത് എങ്ങോട്ട് പോകണം. സോ ആ റോനെസ് മൊത്തം ആ സിനിമയിൽ വന്നു. അത് ഭയങ്കര രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അതിലിതുപോലെ ഫുള്ള് നമ്മൾ ഷൂട്ട് ചെയ്ത പടത്തിന്റെ ഒരാള് ഇവര് തമ്മിലൊരു സംഭാഷണം ഉണ്ടായി, പുറത്തേക്ക് ഇറങ്ങി ബാൽക്കണിയിലേക്ക് ഇറങ്ങി തിരിച്ചു വന്നു. പിന്നെ ബാൽക്കണിയിലേക്ക് പോകേണ്ട ഒരു 50 മിനിറ്റ് ഷൂട്ടിന്റെ ഇടയ്ക്ക് ആരോ ഒരാള് ശബ്ദം ഉണ്ടാക്കിയിട്ട് ഡയറക്ടർ ഭയങ്കര വയലന്റ് ആയി. ഇപ്പൊ നമ്മള് എന്ത് ചെയ്യുന്നു പറയുന്നത്. ഇപ്പൊ ഞാൻ മൊത്തം പ്ലേ ബാക്ക് ചെയ്ത് ഫുൾ പ്ലേ ബാക്ക് ചെയ്ത് കേട്ടിട്ട് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് പുള്ളി സമാധാനിപ്പിച്ച്. അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആ സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലുള്ള ഒരു പ്രശ്നം ഉണ്ട്. അതായത് ചില സാധനങ്ങളുടെ ഡയലോഗ് ലെജിബിൾ അല്ല എന്നുള്ള ഒരു വിമർശനം ഉള്ള ഒരു സിനിമയാണ്. പക്ഷെ അത് ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വൈഡ് ഷോട്ട് വെച്ചിട്ട് ആ റേഞ്ചിൽ നിന്ന് ആൾക്കാർ സംസാരിക്കും. നമ്മളിപ്പോ ഒരു ഹാൻഡി ക്യാം വെച്ച് ഷൂട്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും കേൾക്കുക എന്നുള്ള തരത്തിലാണ് നമ്മളത് കൺസീവ് ചെയ്തത്. അത്രയും എന്താ പറയാ, റോ ആയിട്ട്, വൈൽഡ് ആയിട്ട്. പക്ഷെ ആ സിനിമ മുന്നോട്ട് വെച്ച പൊളിറ്റിക്സോ അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശത്തെയൊക്കെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ആ റോനെസ് അതുകൊണ്ടാണ് അതിനാണ് സെക്കൻഡ് അവാർഡ് കിട്ടിയത്, അവാർഡ് കിട്ടിയത്. അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ആ സമയത്ത് നല്ല കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സമയത്ത് കിട്ടി. ഫസ്റ്റ് അവാർഡ് കിട്ടിയത് ഒരാൾ പൊക്കം, സനലിന്റെ തന്നെ ആദ്യത്തെ പടം, എന്റെ ആദ്യത്തെ പടം, അപ്പു ഭട്ടതിരിയുടെ ആദ്യത്തെ പടം, കുറെ ആൾക്കാരുടെ ആദ്യത്തെ പടമായിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം പുള്ളി എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഫുൾ കഥ പറയണം. 1 മണിക്കൂർ ഫോണിൽ നിന്ന് ഇങ്ങനെ ഫുൾ കഥ പറയാണ്.
അപ്പൊ ഇത് ഭയങ്കര പുള്ളി കഥ പറയുന്നതൊക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അയാൾ ട്രാവൽ ചെയ്ത് മുംബൈ ഡൽഹി വഴി ഹിമാലയത്തിൽ പോയി ഹിമാലയത്തിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു. അവസാനം പുള്ളി ഒരു സെയിന്റിനെ പോലെ അങ്ങനെ ഒരു തീമാണ്. അപ്പം 2-3 സീസൺസ് ഒക്കെ ഉണ്ട്. മഞ്ഞ് പെയ്യുന്ന കാലമുണ്ട്, വേനൽക്കാലമുണ്ട്. അപ്പൊ തന്നെ സൗണ്ടുകൾ ഇങ്ങനെ മനസ്സിൽ വന്ന് നിറയുവാണ് ഇത് കേൾക്കുമ്പോൾ. അപ്പോഴേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു മൈക്കും ഒരു റെക്കോർഡറും ഉണ്ടെങ്കിലും ഞാനിത് ചെയ്യും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ആ കോൺഫിഡൻസിൽ പോയി ചെയ്തതാണ്. പക്ഷെ അത് വർക്കായി. എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഒരു ഫീലിംഗ്? സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര ഞെട്ടലായിരുന്നു. ഈ അവാർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിംഗ് സൗണ്ട് റെക്കോർഡിംഗ് കാറ്റഗറിയിൽ ആദ്യത്തെ അവാർഡാണിത്. 2014 അവർ ആദ്യമായിട്ട് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ആ ഫസ്റ്റ് അവാർഡ് എനിക്കാണ് കിട്ടുന്നത്. ആണല്ലോ. അത് ഭയങ്കര ഞെട്ടലായിരുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റിയില്ല. രാത്രി ഉണർന്ന് എൻ്റെ കസിൻ പ്രശാന്ത് വിജയൻ ഫിലിം ഡയറക്ടറാണ്. പുള്ളിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോഴും മറക്കാൻ പറ്റില്ല ആ ഫിലിം. എനിക്ക് ആ സമയത്ത് എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ വൈഫ് ജേർണലിസ്റ്റ് ആണ്, രമ്യാണ് പേര്. മോൻ അന്ന് ചെറുതായിരുന്നു. അവൻ ഇപ്പൊ 8ാം ക്ലാസ്സിലായി. ചെറുതായിരുന്നു. അതായത് നമ്മളിപ്പോ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഞാനന്ന് ഈ ഒരാൾ പൊക്കത്തിന്റെ ഡയലോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. കാല് ഒരു പൊട്ടൽ വന്ന് കാല് നീട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോഴും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ മനോരമയിൽ വർക്ക് ചെയ്യണം, ഓഫീസിൽ പോകണില്ല, വർക്ക് ഫ്രം ഹോം ആയിരുന്നു. പക്ഷെ രാവിലെ ഇത് തുടങ്ങുമ്പം ഒരു ഡയലോഗ് വൈഫ് പോകുമ്പോ ഒരു ഡയലോഗ് കേൾക്കും. നമ്മളൊന്ന് വർക്ക് ചെയ്യാണ്, പോയിട്ട് വൈകുന്നേരം വരുമ്പോഴും അതേ ഡയലോഗ്. അപ്പൊ ഇതെന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അതായത് അവിടെ അത്രയും സമയം എടുത്തിട്ടാണ് ഓരോ ഡയലോഗുകളും എഡിറ്റ് ചെയ്ത്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ സെറ്റപ്പിൽ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെർഫോമൻസസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. നല്ലോണം ഒന്നും ഡബ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല. ഡയലോഗ്സ് ഒന്നും ഡബ് ചെയ്യേണ്ടി വന്നില്ല. കുറച്ച് വോയിസ് ഓവർ മാത്രമൊക്കെ എടുക്കേണ്ടി വന്നുള്ളൂ. ഭയങ്കര രസമായിട്ട് വന്നായിരുന്നത്. ഇപ്പം ഒരാൾക്കുണ്ടല്ലോ ഇതിൽ പേഴ്സ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ചേട്ടൻ കൊടുക്കുന്ന ടിപ്സ്? സൗണ്ട് ഡിസൈനിങ് പർസ്യൂ ചെയ്യണമെന്നതിന് മുമ്പ് ഇതാണോ നമ്മൾ ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ ലോകം മൊത്തം എടുത്ത് നോക്കിയാൽ വളരെ കുറച്ച് പേയ്മെന്റ് കിട്ടുന്ന ഒരു മേഖലയാണ് സൗണ്ട്. അപ്പം അതായത് ഇപ്പം ഒരു 100 പേരുണ്ടെങ്കിൽ അതിലൊരു 5 പേർക്കായിരിക്കും ഒരു കുഴപ്പമില്ലാത്ത പേയ്മെന്റ്. അത് തന്നെ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പൊ നമ്മളൊരു സിനിമാറ്റോഗ്രാഫറിന് കിട്ടുന്നതിന്റെ ഒരു 20% ഒക്കെ ആയിരിക്കും ഒരു സൗണ്ട് ഡിസൈനറിന് കിട്ടുന്നത്. അതൊന്ന് പ്യുവർ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിന് നിൽക്കാൻ. അതായത് നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഓരോ സൗണ്ട് ആഡ് ചെയ്യുമ്പോഴും നമ്മളൊരു സീൻ എൻഹാൻസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരു എൻജോയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യാം. കേട്ടിട്ട് ചേട്ടൻ നല്ല പ്രോസസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളിതിൽ നിൽക്കില്ല. രണ്ട് കാര്യങ്ങളാണ്. നമുക്കിത് സർവൈവ് ചെയ്യാൻ പാടാണ്. നമുക്ക് ട്രൂ പാഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യാം. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഇതാണോ നമ്മൾ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക, അത്രേ ഉള്ളൂ. പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ബാക്കിയൊക്കെ പുറകെ വന്നോളൂ. അപ്പം ചേട്ടാ ഇപ്പൊ സൗണ്ട് ഡിസൈനിങ് അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ തന്നെ ചേട്ടന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? അല്ലാതെ എനിക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു ഫിലിം മേക്കിംഗ് ആണ്. ഫിലിം മേക്കിങ്ങിലോ? സിനിമ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു താല്പര്യം. ഞാൻ എൻ്റെ കസിൻ പ്രശാന്ത് ഒരുമിച്ചായിരുന്നു ഈ സിനിമയൊക്കെ ഡിസ്കസ് ചെയ്ത് വളർന്നത്. ഞങ്ങൾ ചെറുതായിരുന്നു, 6ാം ക്ലാസ് മുതലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യായിരുന്നു. ഞങ്ങൾ അന്ന് ഒരുമിച്ച് തിരക്കഥയൊക്കെ എഴുതിയിട്ടുണ്ട് 7ാം ക്ലാസ്സിലേക്ക്. അത് പുറത്ത് കാണിക്കാൻ കൊള്ളില്ല, പക്ഷെ അത് നമ്മൾ അന്ന് വരെ കണ്ടിട്ടുള്ള കൊമേഴ്ഷ്യൽ സിനിമകളൊക്കെ കണ്ടിട്ട് അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് ആയപ്പോൾ നമുക്ക് ഈ സീരിയസ് സിനിമകൾ കാണാൻ തുടങ്ങി.
എൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ഫിലിം സൊസൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അവര് ഫെസ്റ്റിവലൊക്കെ സംഘടിപ്പിക്കാം. അപ്പൊ അതിൽ ആ ഫെസ്റ്റിവലിലാണ് ഞാൻ പതേർ പാഞ്ചാലിയൊക്കെ കാണുന്നത്. സത്യത്രയുടെ പതേർ പാഞ്ചാലി, ഐൻസ്റ്റീൻ്റെ സിനിമകൾ, അങ്ങനെയൊക്കെ കുറച്ച് സിനിമകളൊക്കെ കണ്ട് അപ്പോഴാണ് ഇത് ഒരു ഭയങ്കര സീരിയസ് ആർട്ട് ഫോം ആണെന്ന് മനസ്സിലാവുന്നത്. നമ്മൾ ഈ കാണുന്ന ഒരു രസത്തിനപ്പുറത്ത് ഒരു സീരിയസ് ആയിട്ടുള്ള ആർട്ട്, പൊളിറ്റിക്സ് ഒക്കെ അതിനകത്തുണ്ടെന്ന് മനസ്സിലായി. അതെ അതെ. അപ്പോഴും ഫിലിം മേക്കിംഗ് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ നമുക്ക് സൗണ്ടും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പഠിക്കാൻ പറ്റിയത് സൗണ്ടാണ്. ഇനി എപ്പോഴെങ്കിലും ഒരു ലേറ്റർ ഇൻ ലൈഫ് എന്തെങ്കിലും ഒരു ഡ്രീം പ്രോജക്റ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഡ്രീം പ്രോജക്ട്സ് ഉണ്ട് ആക്ച്വലി. ജൂലിയസ് സീസർ, ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് മനസ്സിലുണ്ട്. അത് പ്രശാന്തിന്റെ പ്രോജക്റ്റ് ആണ്. പക്ഷെ ഞാനും കൂടെ അതിനകത്ത് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പടം. പിന്നെ ഞാൻ ഒരു ചെറുകഥ വായിച്ചിട്ട് എനിക്കത് സിനിമയാക്കണമെന്ന് ഭയങ്കര താല്പര്യം തോന്നിട്ടുണ്ട്. രാമച്ചി എന്ന് പറഞ്ഞിട്ടൊരു കഥ, ബിനോയ് തോമസിന്റെ കഥയാണ്. അതിനകത്ത് പൗരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആനയാണ്, കാട്ടാനയാണ് എൻ്റെ സെൻട്രൽ ക്യാരക്ടർ. അതിനെ ബേസ് ചെയ്തിട്ടാണ്, കാട്ടിലാണ് മൊത്തം ഇത് നടക്കുന്നത്. അതൊരു രസമുള്ള ഒരു സിനിമ ആക്കണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. വേറെ ആരും അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആസ് എ സൗണ്ട് ഡിസൈനർ, ആസ് എ ഫിലിം മേക്കർ എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നുന്ന ഒരു കഥയാണ്. പിന്നെ രണ്ടാമൂഴം MTയുടെ അത് വായിക്കുമ്പോൾ നമ്മൾ വീണ്ടും റിമൈൻഡഡ് ആവുന്നത് ഇതൊരു സിനിമയാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത്രയും ഗംഭീരമായിട്ടാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അത്രയും ഡീറ്റെയിലിംഗ്, ദ്വന്ദ്വ പറ്റിയിട്ടൊക്കെയുള്ള ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തനതായിട്ട് അത് എന്താണോ ഇപ്പം അതിനകത്ത് വസ്ത്രധാരണത്തെ പറ്റിയിട്ടൊക്കെ, ആ കാലത്തെ വസ്ത്രധാരണത്തെ പറ്റിയിട്ടൊക്കെ ക്ലിയർ ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ശരിക്കും ഒരു രാജാപ്പാർട്ട് സിനിമ എന്നുള്ള രീതിയിലല്ലാതെ റിയലിസ്റ്റിക് ആയിട്ട് രണ്ടാമൂഴം പിക്ചറൈസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. എൻ്റെ ഡ്രീം ആയിരുന്നു. മനസ്സിലായി. ഇപ്പൊ എൻ്റെ കുറച്ച് ചിട്ടുണ്ട്. ചേട്ടൻ ഒരെണ്ണം എടുത്തിട്ട് എന്തോ കിട്ടുന്ന അതിനെ കുറിച്ച് സ്പീക്ക് മൈൻഡ്. മനോരഥങ്ങൾ, കാഴ്ച. നമ്മൾ ഇതിനെ എത്ര നേരം സംസാരിച്ചിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ശ്യാമപ്രസാദ് സാറുമായിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റിയിട്ട്. ഒരാൾപ്പൊക്കം സിനിമ കണ്ടിട്ടാണ് ശ്യാം സാർ എന്നെ ആദ്യം വിളിക്കുന്നത്. ശ്യാം സാറ് സൺഡേ എന്ന് പറഞ്ഞൊരു സിനിമ ഡയറക്റ്റ് ചെയ്തായിരുന്നു. പുള്ളിക്ക് അതിനകത്ത് ബെസ്റ്റ് ഡയറക്ടർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം വിളിക്കുന്നത്. അത് സിംഗ് സൗണ്ട് ചെയ്യാൻ. ശ്യാം സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്യാം സാർ സിംഗ് സൗണ്ട് മാത്രമേ ചെയ്യുള്ളൂ സിനിമ. പുള്ളിക്ക് ഡബിങ് ഇഷ്ടമല്ല. അത് ഒരു ഋതു എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണ് പുള്ളി അതിലേക്ക് എത്തിയത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഋതുവില് പുള്ളി പറയുന്നത് ഋതുവിന്റെ പെർഫോമൻസസ്, പുള്ളി ആ സെറ്റിൽ കണ്ട പെർഫോമൻസിന്റെ ഒരു 30% പോലും പുള്ളിക്ക് ഡബിങ്ങിൽ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പുള്ളിക്ക് ശരിക്കും സിംഗ് സൗണ്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത പടം തൊട്ട് പുള്ളി സിംഗ് സൗണ്ടിലേക്ക് മാറി. അപ്പൊ പുള്ളിക്കാരൻ, ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമയായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ലോ ബഡ്ജറ്റ് സിനിമകളുടെ എൻക്വയറീസ് ആണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. മനസ്സിലായി. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചു. പക്ഷെ ആ പടം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് ആണ് എനിക്ക് പ്രശാന്തിന്റെ അതിശയങ്ങളുടെ വേനൽ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത്രയും വലിയൊരു ഡയറക്ടറിനോട് നമ്മൾ നോ എന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഇനി നമ്മളെ വിളിക്കൂല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പുള്ളി അടുത്തൊരു പടം ചെയ്ത് പുള്ളി എന്നെ വിളിച്ചു. പുള്ളി എന്നെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാസിമിന്റെ കടൽ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അതും ഈ മുംബൈ ഫെസ്റ്റിവലിൽ കാണിച്ചു. പക്ഷെ അത് റിലീസ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതൊരു നല്ല വർക്കായിരുന്നു. അതിന്റെ ലൊക്കേഷൻ സൗണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. അതും കഴിഞ്ഞിട്ടാണ് പുള്ളി MT വാസുദേവൻ നായരുടെ 10 കഥകൾ പുള്ളിയുടെ മകളുടെ നേതൃത്വത്തിൽ തന്നെ സീരീസ് ആക്കുന്ന ഒരു പ്രോജക്റ്റ് വന്നത്. അപ്പൊ അതിനകത്ത് ശ്യാം സാറ് ചെയ്ത ഒരു പടം കാഴ്ച എന്ന് പറഞ്ഞിട്ട് ഒരു കഥ, അതിന്റെ ഫുൾ സൗണ്ട് ഡിസൈൻ, സിംഗ് സൗണ്ട് എല്ലാം ചെയ്യാനായിട്ട് പുള്ളി ഒരു ഗംഭീര വർക്കായിരുന്നു. അതിനകത്ത് ഈ 1990s കഥ നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഉള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ സ്റ്റുഡിയോയിൽ സെറ്റിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് റെയിൽവേ അനൗൺസ്മെന്റ് ഇപ്പോഴത്തെ പോലെ അല്ല. അതായത് ഇങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് അല്ല, മാനുവൽ അനൗൺസ്മെന്റ് ആണ്. അപ്പം അന്നത്തെ മാനുവൽ അനൗൺസ്മെന്റ് റെക്കോർഡിങ് ഒരിടത്തും ഇല്ല. ഞാൻ പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കി, നമ്പർ 20 മദ്രാസ് മെയിലൊക്കെ നോക്കിയപ്പം അതിനകത്ത് അവരുടെ രീതിയിൽ ഡബ് ചെയ്തൊരു സംഭവം ചെയ്തിരിക്കുകയാണ്. പക്ഷെ ശരിക്കുള്ള അനൗൺസ്മെന്റ് അല്ല. പിന്നെ ഞാൻ പണ്ട് TD രാമകൃഷ്ണൻ സാറിന്റെ എഴുത്തുകാരൻ, പുള്ളി റെയിൽവേയിലായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ചു. അപ്പൊ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ മാനുവലായിരുന്നു. പുള്ളി എന്റെ രീതികൾ പറഞ്ഞു തന്നു. അത്
ഒരാളെ കൊണ്ട് തമിഴ് ചെന്നൈയിലായിരുന്നു, ചെന്നൈ എയർപോർട്ടായിരുന്നു, അല്ല റെയിൽവേ സ്റ്റേഷനായിരുന്നു. അപ്പോൾ ഒരാളെ കൊണ്ട് തമിഴിൽ ഡബ് ചെയ്ത് അതുപോലെ റീക്രിയേറ്റ് ചെയ്തു. പിന്നെ അന്നത്തെ വണ്ടികളുടെ സൗണ്ട്, ആംബിയൻസസ്. ശ്യാം സാറിന് ഭയങ്കര വിഷനാണ്. പുള്ളി നമ്മള് അത് കുറേ ക്രൗഡ് മൂവ്മെന്റ് കാര്യങ്ങൾ, ഒരു ടെലിഫോൺ ബൂത്തുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു, ആൾക്കാർ സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പം പുള്ളിക്കാരന് ഇതിന്റെ ക്രൗഡ് നമ്മൾ അല്ലാതെ റെക്കോർഡ് ചെയ്യും, സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. അപ്പൊ റെക്കോർഡ് ചെയ്തപ്പോൾ പുള്ളി വന്നിട്ട് ഓരോ ക്രൗഡ് ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ആൾക്കാർക്ക് ഓരോ ക്യാരക്ടറായിട്ട് ഡയലോഗ് ഒക്കെ പുള്ളി എഴുതി കൊടുത്തു. ഇങ്ങനെ ഡയലോഗ് പറയണം, നിങ്ങൾ ഇന്ന കാര്യമാണ് സംസാരിക്കുന്നത്, ഇന്ന കാര്യമാണ് സംസാരിക്കുന്നത്. അങ്ങനെ വർക്ക് ചെയ്തൊരു ഗംഭീര ഡിസൈനിങ് പ്രോസസ്. അതിനകത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ എനിക്ക് പറയണം. ഒന്ന് മിക്സിംഗ് എഞ്ചിനീയർ സന്ദീപ് ശ്രീധരൻ, പുള്ളി എൻ്റെ കൂടെ പഠിച്ച ആളാണ്, പുള്ളി ഒരു ഗംഭീര കക്ഷിയാണ്. പിന്നെ എൻ്റെ കൂടെ സൗണ്ട് എഫക്ട്സിൽ അസോസിയേറ്റ് ചെയ്ത ചാൾസ് എന്ന് പറഞ്ഞു, പുള്ളി എൻ്റെ കൂടെ പഠിച്ച ആളാണ്. നമുക്കിനി അടുത്ത സെറ്റിലേക്ക് പോയാലോ? ഇതെല്ലാം ഞാൻ എടുക്കണമല്ലേ? അതെ. സിനെ ക്രഷ് മൊമെന്റ്. ചേട്ടാ എന്തുവാ, ചേട്ടനൊരു വർക്ക് കണ്ടിട്ട് ചേട്ടൻ ഇങ്ങനെ ഒരു വണ്ടർ അടിച്ചു, ആടിപ്പൊളി, ഇങ്ങനെ ഞെട്ടിയൊരു എഫക്റ്റ് വരുന്ന? അങ്ങനെ ഞെട്ടിയൊരു വർക്ക് എന്ന് പറഞ്ഞാൽ കോയിൻ ബ്രദേഴ്സിന്റെ നോ കൺട്രി ഫോർ ഓൾ മെൻ. അതിന്റെ പ്രത്യേകത വെച്ചാൽ അതിനകത്ത് സ്കോർ ഇല്ല, സൗണ്ട്, നാച്ചുറൽ സൗണ്ട് എഫക്ട്സ് മാത്രമേ ഉള്ളൂ. സൗണ്ട് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് അതിനകത്ത് ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, പേടിപ്പെടുത്തുകയൊക്കെ ചെയ്ത്. അപ്പം സത്യം പറഞ്ഞാൽ അത് പണി എളുപ്പമായില്ലായിരുന്നു അല്ലേ? ആ സൗണ്ട് ഇല്ലാതെ പണി പാടാണ്. എന്ത് സൗണ്ട് വെച്ചിട്ടാണ് പേടി. ഇപ്പം അതിനകത്തൊരു എക്സാമ്പിൾ, മറ്റേ ഒരു ഷോപ്പിൽ ചെന്നിട്ട് കടക്കാരനെ ഇന്റിമിഡേറ്റ് ചെയ്തിട്ട് ഈ ക്യാൻഡിയുടെ പേപ്പർ ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ നിവർന്ന് വരും. ആ നിവർന്ന് വരുന്നതിന്റെ സൗണ്ട് ഒരു ഭയങ്കര ഹൊററായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു വൈൽഡ് ഡിസൈൻ ഐഡിയ ആണ്, ഗംഭീര ഐഡിയ ആണ്. നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കാത്ത തരത്തിലുള്ള ഐഡിയാസ് ആണ് അതിനകത്തുള്ള പല സൗണ്ട്സും. മനസ്സിലായി. അതെനിക്ക് ഭയങ്കരമായിട്ട് അതൊരു സിനി ക്രഷ് മൂവ്മെന്റ് ആയിരുന്നു. അത് പർട്ടിക്കുലർലി അതൊരു സിനി ക്രഷ് മൂവ്മെന്റ്. മനസ്സിലായി. അപ്പൊ നമുക്ക് അടുത്ത ചുറ്റിലേക്ക് കടന്നാലോ? ഫേവറേറ്റ് ഫിലിം. അത് ഭയങ്കര കുറെ പടങ്ങള് എനിക്ക് ചേട്ടന് ഇഷ്ടമുണ്ട്. ഒരുപാട് പടങ്ങളുണ്ട്. എന്താണ് ആദ്യം തല വരുന്നത്? എന്തെങ്കിലും വരുന്നുണ്ടോ? കുറെ പടങ്ങളുണ്ട്. എനിക്ക് ഈ പറഞ്ഞ ഈ പേഴ്സണൽ സ്പേസിലുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. കോംപ്ലക്സ് റിലേഷൻഷിപ്സ് അങ്ങനെയുള്ള സിനിമകൾ. അപ്പോൾ ബിഫോർ സൺറൈസ്, ആ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പെട്ടെന്നൊരു ഫേവറേറ്റ് സിനിമ കേസ് സൗണ്ടും കൂടെ കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള, പെർഫോമൻസ് ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമ ഉണ്ട്, എബൌട്ട് എലി, ഫറാദിയുടെ. അത് ഭയങ്കര രസമാണ്. അതിൻ്റെ സൗണ്ട് എഡിറ്റിങ്ങും സിങ് സൗണ്ട് റെക്കോർഡിങ്ങും ഒക്കെ. അത് ആ സൗണ്ടിന്റെ ബ്യൂട്ടി കൊണ്ട് നമുക്ക് സിനിമയിലേക്ക് കൂടുതൽ ഇമേഴ്സീവായിട്ടുള്ള ആസ്വാദനം കിട്ടുന്ന ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ചേട്ടന് ജനറലി എന്ത് ജോണറാണ് ഇഷ്ടം? മൂവീസ് അങ്ങനെ ഇന്ന ജോണറൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഡ്രാമ, റൊമാൻസ് ഒക്കെയാണ് താല്പര്യം. ഡ്രാമ, റൊമാൻസ് ഇഷ്ടമാണ്, ആക്ഷനും ഇഷ്ടമാണ്. എനിക്ക് കമൽഹാസന്റെ വിക്രം എന്ന് പറഞ്ഞ ഇപ്പം ഇറങ്ങിയ വിക്രം ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. മീൻസ് ഐ മീൻ ആ ഒരു പുള്ളിയുടെ ഹീറോയിസം ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട. അങ്ങനെയൊന്നും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഓൺലി തിങ് ഈസ് നമുക്കത് ഫീൽ ചെയ്യണം. അത് എനിക്കത് ഇമോഷണലി ഹുക്ക് ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്കൊണ്ട് എല്ലാ ആർട്ടിന്റെയും ലക്ഷ്യം അത് തന്നെയാണ്, ഇമോഷണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, വൈകാരികമായിട്ട് പ്രേക്ഷകനെ തൊടുക എന്നുള്ളതാണല്ലോ. അതിപ്പോ അത് വിക്രം ആണെങ്കിലും, തരേ സമീപർ ആണെങ്കിലും, എബൌട്ട് എലി ആണെങ്കിലും, നോ കൺട്രി ഫോർ ഓൾ മെൻ ആണെങ്കിലും. ശരിയാണ്. ഇപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞ എല്ലാം പല ജോണറാണ്. ബിഫോർ സീരീസ് പടങ്ങളാണെങ്കിലും, ബിഫോർ സീരീസ് ഒരു രീതിയിലൊരു പോഡ്കാസ്റ്റ് മറ്റേ ആ സീരീസ് ബ്രേക്കിംഗ് ബാഡ് അതിന്റെ സൗണ്ടും ഭയങ്കര സൂപ്പറാണ്. എത്ര എഫർട്ടാണ്, എത്ര ദിവസം, എത്ര കാലം എടുത്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പെർഫോമൻസസ് ഗംഭീരമാണ്. അതിനകത്ത് ഏറ്റവും ഇതെന്ന് പറഞ്ഞാല് ആരെയും
അതിനകത്തൊരു നായകൻ വില്ലൻ അല്ലല്ലോ, എല്ലാരും വില്ലന്മാരാണ്. അതിന് സത്യത്തിൽ ഗുഡ് ഈവിൾ എന്നല്ല, ഒരു ഗ്രേ ഏരിയ. നമുക്ക് ആരുടെയും കൂടെ നിൽക്കാൻ അവസാനം എത്തുമ്പോഴത്തേക്കും പറ്റത്തില്ല. പക്ഷെ ഒരു ഷേക്സ്പീരിയൻ ലെവലിലുള്ള ഒരു വാക്കാണ് സത്യം. ആൾക്കാരുടെ കോംപ്ലക്സ് ആയിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് പോയി, ഒരു സിറ്റുവേഷൻ ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, എന്നാൽ ദൂരെ നിന്ന് മാറി നോക്കുന്ന പൊളിറ്റിക്സും ഉണ്ട്. അങ്ങനെ ഒരു ഗംഭീര വർക്കാണ്. ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോ അവര് ചെയ്യുന്ന കുറ്റം ഒരു ജസ്റ്റിഫൈഡ് പോലെ പോകുന്ന പോലെ. അതെ, അങ്ങനെ ചിന്തിക്കാം. എന്നാൽ മറുവശത്ത് നിൽക്കുമ്പോൾ അല്ല, അത് ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ, അവരിത് ചെയ്യുന്നു, മാറി ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ ഫിലിം മേക്കർ. അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. അതായത് നമുക്ക് ഇയാളുടെ കൂടെ നിൽക്കാൻ തോന്നും, പക്ഷെ ഫിലിം മേക്കർ ഒരിക്കലും അയാളുടെ കൂടെ നിന്നിട്ടില്ല, മാറി ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ. അതാണ് ബ്രില്യൻസ് അല്ലേ ചേട്ടാ. ചേട്ടന്റെ ആ ഫിലിം ഓറ മൂമെന്റ് എന്തായിരുന്നു? ഒരാൾപ്പൊക്കം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് നമുക്കിങ്ങനെ ഈ കൃത്യമായ ഷൂട്ടിംഗ് പ്ലാനുകളോ അല്ലെങ്കിൽ ഷോട്ട് നേരത്തെ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ ഇന്ന ദിവസം ഇന്നതാണ് എടുക്കുന്നത് എന്നുള്ളതല്ല. നമ്മൾ ഒരു സ്ഥലത്ത് തങ്ങിയാൽ തന്നെ ഒരു ദിവസം 2 ദിവസമൊക്കെ തങ്ങുള്ളൂ. പിന്നെ കൂടുതലും ട്രാവലിംഗ് ആണ്. അപ്പം നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു, അപ്പോൾ പോകുന്ന വഴിക്ക് ലൊക്കേഷൻസ് റെക്കേ ചെയ്യുന്നു, അവിടെ ഇറങ്ങി ഷൂട്ട് ചെയ്യുന്നുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെ പോയപ്പം ഒരു തിക്കായിട്ടുള്ള ഒരു കാടുള്ള ഒരു സ്ഥലത്ത്, അത് കുറച്ച് ഡ്രൈ സീസൺ ആയിരുന്നു. മഞ്ഞ് വീഴുന്ന സമയത്തല്ല, അല്ലാത്തൊരു സീസൺ. മഞ്ഞ് വീഴുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. ആ മഞ്ഞ് വീഴുന്ന സൗണ്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര രസമുള്ള സ്ഥലമായിരുന്നു. അപ്പം അവിടെ ഇറങ്ങി നിന്നപ്പം ഒരു ഹൈവേ ആണ്, വണ്ടി പോകുന്നുണ്ട്, ഈ ചുരം ഹൈവേ ആണ്, പക്ഷെ അതിന്റെ സൈഡിൽ കാടാണ്. അപ്പം നല്ല കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കിളികളുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടിൽ കേൾക്കുന്ന സൗണ്ട് അല്ല, കാക്ക സൗണ്ട് അല്ല, പക്ഷെ ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ റെക്കോർഡർ എടുത്ത് ഹെഡ്ഫോൺ വെച്ചിട്ട് വെറുതെ ഹാൻഡി റെക്കോർഡർ മാത്രം പോയപ്പോ മുകളിലോട്ട് പോകുമ്പോ കിളികളെ കാണുന്നുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഭയങ്കര ഭംഗിയുള്ള, ഭയങ്കര രസമുള്ള, ഭയങ്കര ഈ ലൈറ്റ് ബ്ലൂ കളറൊക്കെ ഉള്ള ചില കിളികള്, തലയിൽ ഇങ്ങനെ കിരീടം പോലെ തൂലൊക്കെ ഉള്ള കിളികള്. അപ്പം ഞാനത് അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അത് മുകളിലേക്ക് പറന്നു പോകും. നമ്മുടെ അടുത്തേക്ക് വരില്ല, അത് വൈൽഡ് ആണല്ലോ. അപ്പം അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് നിന്നിട്ട് ഞാൻ ഇവിടെ നിക്കാം എന്ന് വിചാരിച്ചു. സൗണ്ട് കിട്ടുന്നുണ്ട്, സറൗണ്ട് സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ഒരു സൈലൻസ് പോലെ വന്നു. ഒരു കാറ്റ് വീശിയിട്ട് ചുറ്റുമുള്ള മരങ്ങളിൽ നിന്ന് ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീണു. അപ്പം ഞാൻ റോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനും പറ്റില്ല. ഞാൻ അതേ സ്ഥലത്ത് തന്നെ നിന്ന് അനങ്ങാതെ നിന്നു. ഇല പൊഴിയുന്ന ശബ്ദം റെക്കോർഡായി. അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമ്മളിത് ചെയ്യാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു മൊമെൻ്റാണ്. പറഞ്ഞത് ആ സൗണ്ട് നമുക്ക് ആ സിനിമയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സൗണ്ട് നമുക്ക് നോർമലി ആ സിനിമ ഡിസൈൻ ചെയ്യാൻ, നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു സൗണ്ട് ഇടാൻ നമുക്ക് തോന്നില്ല. അങ്ങനെ ഒരു സൗണ്ട് നമുക്ക് ചിന്തിക്കുകയില്ല, ഇല പൊഴിയുന്ന ശബ്ദം. പക്ഷെ ഇല പൊഴിയുന്ന ശബ്ദം കിട്ടിയതുകൊണ്ട്, അത് നമുക്ക് അവിടുന്ന് തന്നതുകൊണ്ട് നമുക്ക് കിട്ടി, അത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റി. അതൊരു ഭയങ്കര പ്രഷ്യസ് മൊമെന്റ് ആണ്. ഇതായിരുന്നു ചേട്ടന്റെ ഫിലിം ഓറ മൊമെന്റ്. അതെ, താങ്ക് യു ചേട്ടാ. എന്തായാലും വളരെ നല്ലൊരു ഇൻസൈറ്റ്ഫുൾ ഇന്റർവ്യൂ ആയിരുന്നു. അതെ, അടിപൊളി കോൺവെർസേഷൻ ആയിരുന്നു. അതെ, നല്ല വൈബായിരുന്നു.